ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഈ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ കൈയടിച്ച് ഭയങ്കര ഇത് നമ്മൾ അതിന്റെ പുറകിലുള്ള ആ സംഭവം നമ്മൾ അറിയുന്നേ ഇല്ല. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മതിയെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്ക് പിന്നെ ആര് മഹാബലി വരുമെന്ന് കാത്ത് മറ്റേ ആ ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. മറ്റെവിടെ കയറുമ്പം അവിടെ നമ്മൾ എൻജോയ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും എൻജോയ് ചെയ്തിട്ടുണ്ട്. റോ ആയിട്ടുള്ള പ്ലഷർ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ നമ്മൾ അവിടെ നിന്നോ? നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ അപ്പം കൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തിപ്പെടില്ല എന്ന് പറയുന്ന കണക്കാണ്. ആ പ്ലഷർ അല്ല. വി മസ്റ്റ് നോ ദ ട്രൂത്ത്, വി മസ്റ്റ് ചേസ് ദ ട്രൂത്ത്. അതാണ് നമ്മുടെ മനുഷ്യനാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആഹാരം കൊണ്ടും ഇതും കൊണ്ടും മാത്രം തൃപ്തിപ്പെടുന്നതല്ല മനുഷ്യൻ. Sorry, ഇതുകൊണ്ട് ഞാൻ നിർത്താട്ടോ. Which extends to everything inside and outside അല്ലേ? എല്ലാവർക്കും ഒരേപോലെ ഉള്ള ഒരു അതല്ല. സോ ഐ വാസ് ജസ്റ്റ് സെയിങ് ദാറ്റ് അത് സിനിമയ്ക്കകത്തും കവിതയ്ക്കകത്തും നോവലിനകത്തും അതുപോലെ തന്നെ ജീവിതത്തിലും ഒരേപോലെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ വളരുന്ന അനുസരിച്ച് നമ്മുടെ വീക്ഷണങ്ങൾ മാറുന്നു. Sometimes they get stifled. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യം പറയാൻ പറ്റി. അതാണ് ഉള്ളൊരു ഏറ്റവും വലിയ ഗുണം. നമ്മൾ ചർച്ചകൾ ചുമ്മാ ടോക്കിംഗ് ഹെഡ്സ് മാത്രം വന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് വന്നാൽ മാത്രമേ എനിക്കും ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് ഐ വെൽക്കം ഓൾ കൈൻഡ്സ് ഓഫ് ഡിഫറൻസസ്. ഓരോ കാഴ്ചയ്ക്കും നാനാർത്ഥങ്ങളുണ്ടല്ലോ. നാനാർത്ഥങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. നാനാർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇന്നലെ വരെ സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്ന് വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നാനാർത്ഥങ്ങളിലേക്ക് പോകാനൊക്കൂ. അപ്പൊ നമുക്ക് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. മുഖങ്ങളിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ആ ചോദ്യങ്ങളിലൂടെ ഒരു പുതിയ എസ്തെറ്റിക്സിലേക്ക് പോകാനുള്ള നമ്മുടെ വല്ലാത്ത പ്രവണതകളാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ പന്ഥാവിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അതാണ് അതിന്റെ ഉത്തരമെന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 അതെ, അത് തന്നെയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സർ. കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, ഞാൻ മൂവി സീരീസ് ആയിട്ട് ഇപ്പം വാച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുള്ള 2 സീൻസ് ആണ്. ഫസ്റ്റ് വൺ മുന്നറിയിപ്പ് എന്ന് പറയുന്ന മൂവിയിലെ മമ്മൂട്ടിയുടെ വേണു ഡയറക്ട് ചെയ്തിട്ടുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്ന മൂവിയിലെ ആ ഒരു ഓപ്പണിംഗ് സീൻ മീൻസ് ആ ഒരു ക്രെഡിറ്റ്സ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ കാണിക്കുന്ന ആ ഒരു സീൻ മീൻസ് ഒരു ചട്ടപ്പള്ളി ആ ഒരു സീനിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഉറുമ്പുകൾ ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സീൻ. ആൻഡ് സിമിലർലി ആ ഒരു സെയിം ഒരു ഇമോഷനോട് അല്ലെങ്കിൽ ആ ഒരു അത്രയ്ക്കൊരു സ്ട്രെങ്തോട് കൂടി തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഈമയോവിലെ അതുപോലെ ആ ഒരു ഓപ്പണിംഗ് സീൻ, ആ ഒരു ഫ്യൂണറൽ പ്രൊസഷൻ. അപ്പോ എത്രമാത്രം ഒരു ഈ പറയുന്ന സീൻസ് ഇപ്പൊ ഒരു നമ്മളൊരു കവിത നമുക്ക് 2 രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിന്റെ ഇൻഡെപ്തിലേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു കംപ്ലീറ്റ് സാങ്കേതികത ഉൾപ്പെടെയുള്ളത്, ലാംഗ്വേജ് എലമെന്റ്സ് ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് നമുക്കൊരു കവിതയെ ആസ്വദിക്കാം. അതല്ലാതെ അതിന്റെ ഓവറോൾ അത് എന്ത് തീം മുന്നോട്ട് വയ്ക്കും, അതെങ്ങനെ ഏതൊരു അലങ്കാരത്തിന്റെ ബേസിൽ അത് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് വായിച്ചെടുക്കാം. സിമിലർലി ഒരു മൂവിയിലാണെങ്കിലും നമുക്ക് ഈ ഷോർട്സിന്റെ ബേസിൽ അതിനെ എൻജോയ് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതർവൈസ് അതിന്റെ ഒരു ക്വാളിറ്റി ബേസ് ചെയ്ത് വേണമെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ട് ചിലർ ചോദിക്കുമ്പോൾ പറയാറുണ്ട് അപ്പോളിപ്പടം എന്ന് പറയാറുണ്ട്. സിമിലർലി നമുക്ക് അങ്ങനെ ഒരു 2 ടൈപ്സ് ഓഫ് റീഡിങ് അവിടെ പോസിബിൾ അല്ലേ? ആണ്. ഒരിക്കലും ഇതൊന്നും പോസിബിൾ അല്ലാത്തതല്ല, ഇതെല്ലാം പോസിബിൾ ആണ്. ഞാൻ ഈ പറയുന്നത് പോലും വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. കാര്യം അങ്ങനെ ഒരു കാലത്ത് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ചൊക്കെ ഈ പറയുന്ന കണക്ക് അങ്ങനെയൊന്നും പിന്നെ ഒരു ഫിലിം മേക്കർ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്തപ്പോഴത്തേക്ക് പിന്നെ സിനിമ കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പണ്ട് കണ്ട സിനിമകൾ വീണ്ടും കാണുമ്പോൾ ഉള്ളൊരു പ്ലഷർ ഭയങ്കരമാണ്. കാര്യം ഐ ക്യാൻ എൻജോയ് മോർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ എനിക്ക് കൂടുതൽ ഞാൻ ഓരോ ഷോട്ട് കാണുമ്പോഴും ഇപ്പൊ ഓരോ സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു ഷോട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 2 ഷോട്ട് 3 ഷോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ. പക്ഷെ ചില കാര്യങ്ങൾ ഇത് വരുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. അതായത് ഒരു വീട്ടിലെ കഥ, ഒരു സ്ഥലത്തെ കഥ, ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലെ ഒരു അച്ഛനും അമ്മയും ഉണ്ട്, അവരുടെ കഥ കാണിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ആ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ഒരു ഷോട്ട് കാണിക്കും. ഒരു ലോങ് ഷോട്ടാണ്, വൈറ്റ് ഷോട്ടാണ്. എന്നിട്ട് ആ ഒരു സ്ട്രീറ്റിന്റെ ഷോട്ടായിരിക്കും അടുത്ത്. ഇതാണ് സാധാരണഗതിയിൽ കാണിക്കുന്നത്. എന്നിട്ടൊരു വീട് ഐസൊലേറ്റ് ചെയ്യും. ആ വീട് മാത്രമേ നമ്മൾ അടുത്ത ഫ്രെയിമിൽ കാണുന്നുള്ളൂ. പിന്നെ വി ആർ ഇൻസൈഡ് ദാറ്റ് ഹോം ആൻഡ് 2 people ആർ ടോക്കിംഗ്, ദ ഫാദർ ആൻഡ് ദ മദർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ്. നമുക്കൊരു വി ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദ പ്ലേസ് ഇൻ വിച്ച് ദ ഹോൾ ഡ്രാമ ഹാപ്പൻസ്.
അപ്പോൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇതൊരു കൺവെൻഷനാണ്. അപ്പോൾ ആ കൺവെൻഷൻ ബ്രേക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പുതിയ രീതിയിൽ നേരെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് കാണിക്കാം. പക്ഷെ എന്ത് പറ്റും? ദ വ്യൂവർ ഗെറ്റ്സ് ഡിസോറിയന്റഡ്. ഇത് എങ്ങനെയാണ്, എവിടെ ഇത് സംഭവം നടക്കുന്നത്, എവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ വരും. അപ്പൊ അതിനുവേണ്ടിയാണ് പണ്ടെങ്ങോ കൊണ്ടുവന്ന ഈ ഒരു കാര്യം, ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, ദെൻ വി എൻ്റർ ദ ലൊക്കേൽ എന്ന് പറയുന്ന, എൻ്റർ ദ പ്ലേസ് വേർ ദ ഡ്രാമ ഹാപ്പൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണുമ്പോഴേ നമ്മൾ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്നുള്ള രീതിയിൽ ആ വാക്കൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. പക്ഷെ നമുക്ക് വായിച്ചറിഞ്ഞ പഠിച്ചറിഞ്ഞ ഒരു സാധനം നമുക്ക് കാണുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഊറിയ രീതിയിലൊന്ന് ഒരു ഊറിയ പുഞ്ചിൽ വായിൽ വരും, നമ്മുടെ ചുണ്ടിൽ വരും. അത് നമ്മൾ പരിചയമുള്ള ഒരാളിനെ കാണുന്നതാണെങ്കിൽ ഒരു ഫീലിംഗ്. ദാറ്റ് മീൻസ് വി ഗെറ്റ് മോർ പ്ലഷർ ഔട്ട് ഓഫ് ലേണിംഗ് ഓൾ ദീസ് തിങ്സ്. അത് മറ്റേ പ്ലഷർ ഉണ്ട് തീർച്ചയായിട്ടും. ഒന്നും ഞാനല്ലാത്ത വേറൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്രോസസ്സ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വന്നപ്പോഴേക്കും കുറച്ചും കൂടെ എനിക്ക് ഈ ഒരു സന്തോഷം എനിക്ക് തോന്നി തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർ, അതിലേക്കൊരു ചെറിയ അഡീഷനും കൂടി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു ഫിലിം മേക്കർ, ഒരു നല്ല ഫിലിം മേക്കർ ആവുന്നത് ഈ പറഞ്ഞതുപോലെ ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരേപോലെ എന്തെങ്കിലുമൊക്കെ കേറ്റർ ചെയ്യാൻ പറ്റുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, കുമ്പളങ്ങി നൈറ്റ്സ് പോലെ ഒരു മൂവി, പ്രത്യേകിച്ച് ഈ ഷോർട്സിനെ കുറിച്ചോ ഒന്നും അറിയാതെ തന്നെയും ഒരാൾക്ക് കാണുമ്പോൾ കിട്ടുന്ന മീനിങ്സ്, അതൊരു ലെവൽ ഓഫ് മീനിങ്സ് ആണ്. അത് കഴിഞ്ഞ് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് അറിയുന്ന ഒരാൾക്ക് കാണുമ്പോൾ കിട്ടുന്നത് വേറൊരു സെറ്റ് ഓഫ് മീനിങ്സ് ആണ്. അത് ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ് കാണിക്കുന്നത്, അതൊരു ബ്രില്യൻസ് ആണ് എന്ന് നമ്മൾ ദിലീഷ് പോത്തൻ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു ഫിലിം മേക്കറിന്റെ ഫ്ലെക്സിബിലിറ്റി, അതായത് ഇങ്ങനെ ഒരു കാര്യം അറിയാത്തവർക്കും അറിയാവുന്നവർക്കും ഒരുപോലെ അപ്പീലിംഗ് ആയ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഫ്ലെക്സിബിലിറ്റി ആണ് ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഫിലിം മേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അറിയാമെങ്കിൽ എന്താണ് വ്യത്യാസം? എന്താണ്? അതായത് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഏതെങ്കിലും ലെവൽസ് ഓഫ് മീനിങ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരാളാണ് കുറച്ചും കൂടി ഒരു നല്ല ഫിലിം മേക്കർ എന്ന് നമ്മൾ പറയും എന്ന് എനിക്ക് തോന്നുന്നു. അത് നിർമ്മിക്കപ്പെടുന്ന വേളയിലല്ലല്ലോ നമുക്കത് മനസ്സിലാവുന്നത്, അത് റീഡ് ചെയ്യുന്ന വേളയിലല്ലേ ശങ്കർ പറഞ്ഞത് തന്നെയാണ് എന്റെയും ഒരു കാഴ്ചപ്പാട്. ഇതിപ്പം വേളയിലല്ല, അത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൗ വി റീഡ് ദാറ്റ് എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. ആ റീഡ് ചെയ്യുന്നതിൽ ഇപ്പോ നിങ്ങളൊന്നും കാണാത്ത മീനിങ്ങിലേക്ക് എനിക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാം, എനിക്ക് വേണമെങ്കിൽ മറ്റത് കുറച്ചും കൂടെ മോർ ലേയേഴ്സ് നമുക്കുള്ളതാണ് നല്ല സിനിമയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്ത സിനിമയാണ് ഗോഡ് ഫാദർ മലയാളത്തില്. ഗോഡ് ഫാദർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പിന്നെ നമ്മുടെ വടക്കൻ വീരഗാഥ അത്ര നാളെ ഓടിയിട്ടില്ല. അപ്പൊ ഏതാ നല്ല സിനിമ എന്നുള്ള ക്വസ്റ്റ്യൻ ഇസ് ദേ. മോർ പീപ്പിളിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? സർ, ഞാൻ പറയുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ അഡാർ ലവ് പോലെ ഒരു സിനിമ എടുക്കുകയാണ്. അപ്പൊ അഡാർ ലവ് പോലെയുള്ള ഒരു സിനിമ അതിന്റെ മീനിങ് ലെവലുകൾ ഒട്ടും വിശാലമല്ല, അത് വളരെ കൺസ്ട്രെയിൻഡ് ആയ ഒരു സ്പേസിൽ നിൽക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കുമ്പളങ്ങി നൈറ്റ്സ് പോലൊരു സിനിമ അത് എല്ലാത്തരം ഓഡിയൻസിനും ഒരു പരിധി വരെ കാണാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ ഫിലിം മേക്കർ എടുക്കുന്ന കോൺഷ്യസ് ആയ എഫേർട്ടുകൾ അതിനൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നേരത്തെ ശങ്കർ സാർ പറഞ്ഞതുപോലെ ഇതിപ്പം does the credit go to the film maker? അതാ എല്ലാരെയും സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് ഓക്കെ. പക്ഷെ ആ റീഡബിലിറ്റി ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അത് കണ്ട് അത് ആസ്വദിക്കുകയാണ്. അപ്പൊ എവരിവൺ അത് മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന അതെല്ലാം ലിമിറ്റഡ് ടു ദ റീഡർ ആണ്.
the spectator, not the credit doesn't go to the, maybe to an extent ചെറിയ ഇതൊക്കെ കാണുമായിരിക്കും, പക്ഷെ ഓതറിനേക്കാളും റീഡർ, ആ സ്പെക്ടേറ്റർ in the case of film, സ്പെക്ടേറ്ററിന്റെ കഴിവനുസരിച്ച് ഓരോരുത്തര് അത് വ്യത്യസ്തമായിട്ട് വായിക്കും. ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, ഒരു പ്ലേ എന്ന് പറയുന്നത് ഹാസ് ബീൻ ഇന്റർപ്രറ്റഡ് ഇൻ ഡൈവേഴ്സ് വേസ്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറൽ തിയറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഗെറ്റ്രൂഡ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബേസിസിൽ യു ക്യാൻ വ്യൂ ദാറ്റ് പ്ലേ വേറെ ഒരാളുടെ കോണ്ടെക്സ്റ്റിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ഷിഫ്റ്റിംഗ് സെന്റേഴ്സ് നമുക്ക് പല ഇന്റർപ്രിട്ടേഷൻസ് കിട്ടും. പക്ഷെ ആ റീഡേഴ്സ് അല്ലേ അപ്പൊ ആ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസിന് കാരണക്കാർ? Is it the author who is actually he's only giving one, as Manu has said, I think one ഒരു പിന്നെ നമ്മുടെ പ്ലോട്ടിലൂടെ, the manner in which the story is unraveled, ആ പ്ലോട്ടിലൂടെ മാത്രം കൺവേ ചെയ്യാൻ നോക്കുന്നു. But the reader has the freedom to choose his own interpretation for that. അപ്പൊ ആ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് ഇത് ഓതറിന്റെ കഴിവാണോ? അതാണ് സാർ എന്റെയും ക്വസ്റ്റ്യൻ. അതിൽ ഓതറിന് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിന് എന്തെങ്കിലും പാർട്ട് ഉണ്ടോ? നമ്മള് ഈ പറയുന്നത് പോലെ ഹാംലെറ്റ് പോലെ, ഇപ്പം ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് എടുത്തു കഴിഞ്ഞാൽ യു ടേക്ക് അനദർ പ്ലേ, വേറെ ഏതെങ്കിലും ഒരു പ്ലേ, ഇത്രയും കാലം എന്താണ് സ്റ്റാൻഡിങ് ദി ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്ന കണക്ക് ഒരു വ്യത്യസ്തത. സെയിം റീഡേഴ്സ് ആണ് ഉള്ളത്. സെയിം റീഡേഴ്സ് വേറൊരു പ്ലേയും ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യും. അൺഎക്സ്പ്ലോർ ടെറൈൻസ് പിന്നെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു പ്ലേയും ഇല്ലല്ലോ സാർ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഓതർ, ദ വൺ ഹു എൻകോഡ്സ് ഇറ്റ്, അവിടെ ഒരു എലിമെന്റ് ഇല്ലേ? ആര്യ ടീച്ചർ പറഞ്ഞ ആ ഒരു കുമ്പളങ്ങി ആക്ടിന്റെ റെഫറൻസ് എന്ന എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ ആ സിനിമയില് ഒരു ഷോട്ടിലല്ല, കണ്ടിന്യൂസ് ഷോട്ടിൽ കാണിക്കുന്നുണ്ട് പൊടി പിടിച്ച് കിടക്കുന്ന പഴയ തയ്യൽ മെഷീന്, വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു. അപ്പം ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്, ഒരു വ്യൂവറിന് അപ്പൊ അവിടെ അവര് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല എന്ന് തിങ്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ആ വീട് അവര് സേഫ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ അത് ഇച്ചിരി കൂടെ അഡ്വാൻസ് ലെവലിലോട്ട് വരുമ്പം അവിടെ ആ ഒരു ഫിലിം മേക്കർ ഉദ്ദേശിക്കുന്നത് വീട്ടിലെ അമ്മ ഇല്ലായ്മ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ കുറെ ഷോർട്സിലൂടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പം ടീച്ചർ പറഞ്ഞതനുസരിച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ആ സീൻ റീഡ് ചെയ്യാൻ പറ്റും, ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് അത് റീഡ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയും ലെയേഴ്സ് അതിൽ എംബെഡഡ് ആക്കാൻ ഒരു ഫിലിം മേക്കർ എടുക്കുന്ന എഫേർട്ടിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അഭിപ്രായത്തിലുണ്ട്. ആ ഫിലിം മേക്കറിന് ഒരു ഇതുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് റോൾ ടു പ്ലേ ഉണ്ട്. ആ ഫിലിം മേക്കർ ആരാണെങ്കിലും, സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും, എനിവേ നമ്മൾ ഓഡിയോ തിയറി അനുസരിച്ച് വി ഹാവ് ടു പുട്ട് ദാറ്റ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ ഡയറക്ടർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഡയറക്ടറിന്റെ ഇതായിട്ടാണ് ഫിലിം. നമ്മൾ പത്മരാജൻ സിനിമ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിലെല്ലാം ഫൈനൽ ഡിസിഷൻ കംസ് ടു ദ ഷോൾഡേഴ്സ് ഓഫ് ഡയറക്ടർ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഓതറിന് ദ വേ ഹി പ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം, അത് ഫിലിം മേക്കറെ സംബന്ധിച്ച് പ്ലോട്ടിംഗ് മാത്രം, ഡയറക്ടർ പ്ലോട്ടിംഗ് അല്ല, ഇതെല്ലാം ഉണ്ട്, ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ പുട്ട് ചെയ്യുന്ന രീതി, എഡിറ്റർ റോളിലോട്ടൊക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് എൻകോഡ് ചെയ്യുന്നത്, ഇപ്പം മോ പീപ്പിൾ കാണുന്നത് കൊണ്ട് പിന്നെ ബെറ്റർ ഫിലിം എന്നുള്ള ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫിലിം ദാറ്റ് കട്ട്സ് അക്രോസ് എന്താണ് ഓൾ ക്ലാസസ് എന്നും അതാണ് ബെറ്റർ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ബർഗ്മാന്റെ ഫിലിംസ് എടുക്കുക. ബർഗ്മാന്റെ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് എ റൂം, എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് എ ഹോം. ആ ഹോമിൽ 4 സിസ്റ്റേഴ്സ് ഉണ്ട്, 4 സിസ്റ്റേഴ്സും വൈറ്റ് ഡ്രസ്സാണ് ത്രൂ ഔട്ട്. ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാൾസ് റൂഫും വരെ റെഡ് കളറാണ്. അങ്ങനെ ഒരു വീട്, 4 മുറിയാണ് ഉള്ളത്. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ആണ് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ 4 റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ടിന് തന്നെ 4 ചേംബേഴ്സ് ആണ്. whatever is happening is happening inside the heart എന്ന് പറയുന്നൊരു മീനിങ് പിന്നെ ഡയറക്ടർ പറയുന്നില്ല. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്ക് ഇന്റർപ്രിറ്റേഴ്സ് ആണ് ആ ഒരു കാര്യം വരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള എൻകോഡ് ചെയ്യുന്ന ആരാണ്? ഇങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ വരണം. പക്ഷെ അവിടെ നിൽക്കില്ല, ഇതിന് ഒരുപാട് ഇന്റർപ്രിറ്റേഷൻസ് പിന്നീട് വരും. പക്ഷേ why did he choose that particular home and why did he have all those walls painted red? അപ്പൊ ഇവിടെയൊക്കെ എന്താണ് സട്ടിൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫേർട്സ് നടക്കുക in order to create such a meaning. ഇപ്പം പിന്നെ ഇദ്ദേഹത്തിന്റെ മതിലുകൾ എന്നുള്ള സിനിമ 50 ദിവസമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ എല്ലാ ക്ലാസ് പിന്നെ വ്യൂവേഴ്സിനെയും അപ്പീൽ ചെയ്ത സംഭവം എല്ലാം മതിലുകൾ. പക്ഷെ മതിലുകൾ ഈസ് കൺസിഡേർഡ് ആസ് എ ക്ലാസിക്. അപ്പൊ ക്ലാസിക് കൂടുതൽ ഓടണം, അല്ലെങ്കിൽ അതാണ്, ഇതൊന്നും ഒരു നിയമം ഇല്ല എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞ വാസ്തവം, അല്ലേ?
അതെ സർ, അതെ അതെ സാർ. ഞാനിത് ചോദിക്കാനുള്ള കാരണം, ഞാൻ കേട്ടിട്ടുണ്ട് കിസ്ലോവ്സ്കി ബ്ലൂ ഉണ്ടാക്കുമ്പോൾ അതിലൊരു പെർട്ടിക്കുലർ സീനില് നായിക കുടിക്കുന്ന ചായ, അതായത് അവരിടുന്ന ഷുഗർ ക്യൂബിലേക്ക് കോഫി വരുന്നത് ഒരു പെർട്ടിക്കുലർ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വേണമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പല രീതിയിൽ ഷുഗർ ക്യൂബുകൾ മുറിച്ചു നോക്കി, അത് കിട്ടുന്നത് വരെ അദ്ദേഹം ഒന്ന് എടുത്തുവെന്ന്. But that level of precision a filmmaker or the effort the filmmaker puts in adds to the aesthetics. അതിപ്പോ ഒരു മൂവി കാണുന്ന ഒരാൾക്ക് ആ ക്യൂബിൽ അങ്ങനെ കോഫി കയറിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അയാൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ ആ ക്യൂബിൽ അത് കയറുന്നത് ശ്രദ്ധിച്ച് കാണുന്ന ഒരാൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ. അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ഒരു സിനിമയിൽ ഇതുപോലെ ചൂടുവെള്ളം ചായ അടിക്കുന്ന ശബ്ദമാണ്. പുള്ളി ഇത് ചായ ഇല്ലാതെ ചൂടുവെള്ളം, പുള്ളി ഒന്നും അങ്ങനെയല്ല, എനിക്ക് ചായ അടിക്കുന്ന ശബ്ദം അത് വേറെയാണ്. ചൂടുവെള്ളം അടിച്ചിട്ട് പോലും പുള്ളിക്ക് മതിയാവുന്നില്ല, ചായ അടിക്കുന്നത് വേറെയാണ്. അപ്പൊ ഈ പറഞ്ഞ കണക്കാണ്, അത്രയും പ്രിസൈസ് ആയിട്ടുള്ള എലിമെന്റ്സിൽ വരെ ശ്രദ്ധിച്ചിട്ടാണ് ദേ ആർ മേക്കിംഗ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അവിടെയാണ് നമ്മൾ പോയി സിനിമ കൊള്ളാം, സിനിമ കൊള്ളില്ല, പൊളി, തല്ലിപ്പൊളി എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് അനദർ ലെവൽ ഓഫ് അപ്രീസിയേഷൻ. പക്ഷേ അതിനപ്പുറം വേറൊരു രീതിയിൽ ആസ്വദിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നുള്ളൊരു വാസ്തവം അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഒരു ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ അതെ, ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാവരും ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റേ 50 ദിവസം മാത്രം ഓടിയ പിന്നെ പ്രൊഡ്യൂസർക്ക് പറ്റത്തില്ല, മറ്റതും വേണം, പൈസയും വേണം. പക്ഷെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഏത് തല്ലിപ്പൊളി ഇത് രീതിയിലും എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. ഒരു സ്പെക്ടേറ്റർ എന്നതിലുപരിയായിട്ട് ഫിലിമിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അതെ അതെ, അങ്ങനെയുള്ളവർക്ക് ആ ആസ്പെക്റ്റില് കാണണം, ആസ്വദിച്ച് കാണണം. ബേസിക്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മൂവി റീഡ് ചെയ്യണം, മനസ്സാറിന്റെ അതേ ഇത് തന്നെയാണ്. അപ്പൊ റീഡ് ചെയ്യണം മൂവി. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പ്രയോജനമാവും. അതെ അതെ. പിന്നെ അതെ, സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു എ ഡിഫറെന്റ് ലെവൽ. സ്റ്റുഡൻസിന്റെ ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ലൈക്ക് ഇപ്പൊ ഓട്ടോ തിയറി ഉണ്ടല്ലോ മനു, ഓട്ടോ തിയറിക്കകത്ത് ആസ് യു സെഡ് ഡയറക്ടർ ആണ് ലേക്കാണ് ഇത് പോകുന്നതെന്ന് ഫോക്കസ് പോകുന്നത്. ഹീസ് ദ വൺ ഹു പ്ലീസ് വൈ നോട്ട് ദ ക്യാമറാമാൻ, വൈ ഷുഡ് യു കൺസിഡർ ദ ക്യാമറാമാൻ ഓർ ദ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള ചോദ്യം അതൊക്കെ ഇവർക്ക് പഠിക്കാനുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് നടക്കുന്ന ഒരു KSUSFI BVP അങ്ങനെ എന്തെങ്കിലും ഒരു കലാപം, അത് ഈ മാധ്യമങ്ങളൊക്കെ അത് എങ്ങനെ കവർ ചെയ്യുന്നു എന്നുള്ളതിലൂടെ മീനിങ് ഡിഫറെന്റ് ആകുന്നുണ്ട് ഇല്ലേ? Like for instance, maybe one medium which prefers one particular party may show those students as victims. ഒരു പാർട്ടി കാണിക്കുന്നത് അത് വേറൊരു രീതിയിൽ. അപ്പൊ ആ ക്യാമറാമാനും മീനിങ് ഓത്തർ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ എനിക്ക് തോന്നി കുട്ടികൾക്ക് പഠിക്കാനും ഉണ്ട്. അപ്പൊ ഓത്തർ തിയറിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തായിട്ട് നൈസ്. അതെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഡയറക്ടേഴ്സ് ആർ കൺട്രോൾ ഫ്രീക്സ്. അവർക്ക് ആദ്യ അവസാനം ക്യാമറ എങ്ങനെ വേണം, ഏത് പോയിന്റ് വേണം, എവിടെ ഫോക്കസ് വീഴണം, ഈ സകല കാര്യത്തിലും അവരിങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. അവിടെ ഇടപെടുമ്പോഴാണ് അതൊരു ഡയറക്ടേഴ്സ് മൂവി ആവുന്നത്. ആൻഡ് ഓൾസോ ദേ ഗോ ടു ദ റഷ് ടു ദ എഡിറ്റിംഗ് ടേബിൾ ഓൾസോ. കാരണം സം ഫിലിംസ് ആർ മെയ്ഡ് ദേ. നേരത്തെ ആരോ പറഞ്ഞ കണക്ക് എഡിറ്റർ ആണോ ഓഡിയോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവേണ്ടുന്ന കാര്യം, there are so many instances in which movies are saved by or created by editors. എഡിറ്റർമാർ മാത്രം അവരുടെ എഫേർട്ട് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന സിനിമയുണ്ട്. കാര്യം കുറെ റഷസും കട്ട്സ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും. സാറേ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ആ എടുത്ത് തലവത്തിനായിരുന്ന ആ ഷോർട്സ് മുഴുവൻ പഠിച്ച് പുള്ളി അതിൽ നിന്ന് ഷോർട്സ് റീഅറേഞ്ച് ചെയ്ത് സിനിമ ഉണ്ടാക്കി തിരിച്ചു കൊടുത്ത് നമ്മൾ ഓഡിയോ സിനിമകളുണ്ട് മലയാളത്തിൽ. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ പറഞ്ഞു ഈ ചില ഡയറക്ടേഴ്സിന് ഒരു ഓവർ കൺട്രോൾ മിക്കവാറും തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന ഒരു മൂവിയില് അതിന്റെ ഡയറക്ടർ അഞ്ജലി മേനോന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിൽ ആ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം, അതിലെ ക്യാരക്ടേഴ്സിനെ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ആക്ടേഴ്സിനെ ഇപ്പൊ നസ്രിയയും ഫഹദ് ഫാസിലിനെയും കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ അവർ സമ്മതിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ നിവിൻ പോളി, ദുൽഖർ സൽമാൻ, നസ്രിയ ഇവരെ 3 പേരെ മാക്സിമം ഒരുപാട് സമയം കൊടുത്ത് അവരെ തമ്മിൽ ഇന്ററാക്ട് ചെയ്യിപ്പിച്ചു, അങ്ങനെയൊക്കെ കേട്ടു. പക്ഷെ ഫഹദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിനകത്ത് കുറെ റിസർവ്ഡ് ആയ ഒരു ക്യാരക്ടറിനെ അധികം ആ ഒരു സിനിമയിലേക്ക് അങ്ങനെ തന്നെ പകർത്താൻ വേണ്ടിയിട്ട് ഈ ഡയറക്ടറിനെ അവിടെ ഒരു ഓവർ കൺട്രോൾ എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അപ്പൊ അങ്ങനെയൊക്കെ ഡയറക്ടേഴ്സിന് ചെയ്താൽ എനിക്കത് ഒരു എക്സാജറേഷൻ ആയിട്ടാണ് തോന്നിയത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ സാധാരണ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു നല്ല ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചില ക്യാരക്ടേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അത് ഇംബൈബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ചിലപ്പോൾ അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത് അത് കുറച്ചൊരു ഓവർ കൺട്രോൾഡ് ആയി പോയി എന്ന് തോന്നി. ഇപ്പൊ അവരെ പരസ്പരം മിങ്കിൾ ചെയ്യാൻ അനുവദിച്ചാലും ഇല്ലെങ്കിലും ആ ക്യാരക്ടറിനെ ഇംബൈബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബാക്കി ആക്ടേഴ്സിന് ഇല്ലേ? അപ്പോ ഇത്രയും ഒരു കടന്നുകയറ്റം ആവശ്യമുണ്ടോ? ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ഡയറക്ടേഴ്സിന് ഇത്രയും ഒരു കടന്നുകയറ്റം ആവശ്യമുണ്ടോ? അത് ഈ ഓരോ സെറ്റിലും ഓരോ രീതിയാണ്. ചില ഡയറക്ടേഴ്സ് അത് നമ്മൾ ഈ പിന്നെ ഈ ആക്ടേഴ്സ് കൊടുക്കുന്ന ഫ്രീഡം ഇതെല്ലാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ആക്ടേഴ്സിനെ ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീഡം ചില ഡയറക്ടേഴ്സ് കൊടുക്കും, ബിക്കോസ് ദേ ട്രസ്റ്റ് ദോസ് ആക്ടേഴ്സ്. അപ്പൊ ഇതൊരു ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ്. ദ ഡയറക്ടർ ട്രസ്റ്റ് ദ ആക്ടർ. സോ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഡയറക്ടർ പറയാത്ത കാര്യങ്ങളും ഇത് ചെയ്യാൻ വേണ്ടി, ആഡ്-ലിബ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടി ഹി ഗിവ്സ് ഫ്രീഡം. സം ഡയറക്ടേഴ്സ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് പക്ഷെ എന്നാലും അവർക്ക് പിന്നെയും ഈ പിന്നെ ആക്ടേഴ്സിനെയും പിന്നെ ഈ സിനിമ കിട്ടുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺട്രോളിനകത്ത് നിന്ന് വർക്ക് ചെയ്യാൻ ദോസ് ആക്ടേഴ്സ് ആർ റെഡി, മോർ ദാൻ റെഡി. പിന്നെ ആക്ടിങ്ങിൽ തന്നെ രണ്ടിതുണ്ട്, ഈ പറയുന്ന മെത്തേഡ് ആക്ടിങ്ങും നോൺ മെത്തേഡ് ആക്ടിങ്ങും ഉണ്ട്. സം പീപ്പിൾ ദേ ആക്ട് വെരി നാച്ചുറലി, സം അതേഴ്സ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ദേ ലൈക്ക് സ്റ്റൈലൈസ്ഡ് ആക്ടിങ്. നമ്മൾ പിന്നെ രജനീകാന്തിനെ പറ്റി സ്റ്റൈലൈസ്ഡ് ആക്ടിങ് ആണ്. പക്ഷേ മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ സത്യനെ പറ്റി പറയും. ഇന്നുള്ള മിക്കവാറും നടന്മാരെല്ലാം എനിക്കൊന്ന് മെത്തേഡ് ആക്ടിങ് ആണ്. വളരെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. ഗോഡ് ഫാദർ, മറ്റേ ഇംഗ്ലീഷ് ഗോഡ് ഫാദർ മൂവി കണ്ടു കഴിഞ്ഞാൽ അതിൽ ബ്രാൻഡോട് മെത്തേഡ് ആക്ടിങ്ങിന്റെ ഏറ്റവും വലിയ ഉസ്താദാണ്. വളരെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡയറക്ടർ മേ ഗീവ് മോർ ഫ്രീഡം. പക്ഷെ ഇത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയറക്ടർ. ഇഫ് ഹി ഈസ് മേക്കിംഗ് repeatedly making good movies even while sticking on to these rules, whether he is a good actor, he has proved himself on the field, alle adi good human being aano nu chodikkirathu enikku arnunda, but a good actor ആണ് എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ? അതിനെ പറഞ്ഞത് സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് സമയം കുറച്ച് അധികം പോയി കഴിഞ്ഞിരിക്കുന്നു. സോ വി നീഡ് ടു മൂവ് ബാക്ക് ടു ദ ഫിലിം ലാംഗ്വേജ്, ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡിസ്കഷൻ ഒരുപാട് നീണ്ടുപോയി. ഓക്കെ, നെക്സ്റ്റ് വി കം ബാക്ക് ടു, നിങ്ങളെല്ലാം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് phrase, a difficult term called mise-en-scène. It is spelled M-I-S-E-N-S-C-E-N-E. അതാണ്. So, what is this mise-en-scène? Oh, the French term mise-en-scène really means it is actually putting to the scene. So, whatever comes before the lens, ആ ലെൻസിൽ, ആ ഫ്രെയിമിന്റെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് mise-en-scène. അപ്പോൾ അതിൽ സെറ്റിങ്സ് വരുമോ? സെറ്റിങ്സ് വരും. പ്രോപ്സ് വരുമോ? പ്രോപ്സ് വരും. പ്രോപ്പർട്ടീസ്, ലൈറ്റിംഗ് ആൻഡ് വേരിയസ് അതർ എലിമെന്റ്സ്. ഏതാ? പ്രോപ്സിന്റെ നിറങ്ങൾ എല്ലാം സകലവും വരും. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ചെയ്യുന്നത്. കാര്യം സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഹിസ്റ്റോറിക്കൽ ആൻഡ് ഓൾസോ ദ ജോഗ്രഫിക്കൽ ടൈം. അതാണ് അതിന്റെ ബാക്ക് ഡ്രോപ്പ്. എന്തെങ്കിലും ആക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ബാക്ക് ഡ്രോപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സംടൈംസ് മിസ്റ്റേക്സ് ഹാപ്പൻ. വി കോൾ ദം എന്താണ്? ആനക്രോണിസം. ആനക്രോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഇത് കാണിക്കുകയാണ് നിങ്ങളെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അതിൻ്റെ മാറണമല്ലേ? ഓക്കെ, ഐ എം ഷെയറിംഗ് ദാറ്റ്. So ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സീനില് ബാക്ക് ഡ്രോപ്പ് നോക്കുക. നമ്മൾ 20th സെഞ്ചുറിയിൽ എടുത്ത, ലേറ്റ് 20th സെഞ്ചുറിയിൽ എടുത്ത സിനിമ തന്നെയാണ്. എനിക്കൊന്ന് ഏത് ഇയർന്ന് ഞാൻ മറന്നുപോയി. വടക്കൻ വീരഗാഥ. ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ്, നമ്മളിത് കഴിഞ്ഞിട്ട് ഔട്ട്ഡോറിൽ പോയി കഴിഞ്ഞാലും
it refers to that particular period, and also even the geographical details. ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെയാണ് ഈ ഫിലിം ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കെയർഫുൾ ആവുന്നത്. ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ദേ യൂസ്, അതായത് ആ കാണുന്ന വിളക്ക്, ബാക്കിലുള്ള പരിച, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരെണ്ണം ഔട്ട് ഓഫ് ടൈം ആണെങ്കിൽ ആനക്രോണിസം, അതാണ് ഇൻസ്റ്റൻസ് ഓഫ് ആനക്രോണിസം ആണ്. പിന്നെ ഈ മലയാള സിനിമയിലെ മിസ്റ്റേക്സ് കാണിച്ചുകൊണ്ട് പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കാണിച്ചത് സ്നാപക യോഹന്നാനോ ഏതോ ഒരു സിനിമ കാണിക്കാൻ നേരത്ത് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ കുരിശ് പേറി അദ്ദേഹം നടക്കുകയാണ് ടാറിട്ട റോഡ് വഴി. തീർന്നില്ലേ, പോയില്ലേ. പിന്നെ ഒരു വേറൊന്ന് കാണിച്ച ഒരു രാജകൊട്ടാരത്തിൽ യുദ്ധം നടക്കുകയാണ്. നടക്കാൻ നേരത്ത് വാള് വീശുമ്പോഴത്തേക്ക് കാണിക്കുന്നുണ്ട് ഫിലിപ്സിന്റെ ബൾബ് തൂങ്ങുന്നത്. തീർന്നില്ലേ. സെറ്റിങ്സ് കാണിക്കുമ്പം, പ്രോപ്സ് കാണിക്കുമ്പം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എവറിത്തിങ് ഷുഡ് റെപ്രസെൻറ്റ് ദാറ്റ് ടൈം. ഇതാണ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റിങ്സ് ആണെങ്കിലും പ്രോപ്സ് മീൻസ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ്യൂംസ് ആൻഡ് ഓൾസോ ദ ഹെയർ സ്റ്റൈൽ ഓഫ് ആൻ ആക്ടർ. പഴയകാലത്ത് ആക്ടേഴ്സിൻ്റെ ഹെയർ സ്റ്റൈല്, അതുപോലെ അവർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, വലിയ രാജാപ്പാട്ടൊക്കെ കെട്ടിയിട്ട് കയ്യിൽ പിന്നെ വാച്ച് കെട്ടിയാൽ തീർന്ന. അപ്പോൾ ഇതെല്ലാം നോക്കും ഇവർ, ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസും കോസ്റ്റ്യൂം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് വാട്ട് യു കോൾ മിസ് ആൻഡ് സാൻ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആക്ടിങ് ഓൾസോ കംസ് ടു മിസ് ആൻഡ് സാൻ. അപ്പോൾ അത് മിസ് ആൻഡ് സാൻ, ഒരു സിനിമയുടെ മിസ് ആൻഡ് സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേരുന്നത്. അതുപോലെ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് ജാട പറയും, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്താണ് സിനിമാറ്റോഗ്രാഫി ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ. സിനിമാറ്റോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വിഷ്വൽ എലിമെന്റ്സ് എല്ലാം കൂടി ചേരുന്നതാണ് സിനിമാറ്റോഗ്രാഫി. ദ സ്റ്റൈൽ, ആ ഒരു വിഷ്വൽ സ്റ്റൈൽ. ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വടക്കമ്പേരി അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ ഒരു പെയിലായിട്ടുള്ള ലൈറ്റ് എന്ന ഒരു പ്രത്യേക മണ്ണിൻ്റെ ഏർത്തി ആയിട്ടുള്ള ടോണാണ്. അപ്പോൾ അത് സിനിമാറ്റോഗ്രാഫിയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു ഫ്രെയിമിംഗ് ആണെങ്കിലും കോമ്പോസിഷൻ ആണെങ്കിലും, കോമ്പോസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ മൂവി ജോൺ ഓഫ് ആർക്ക് എന്ന പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട്. ആ ജോൺ ഓഫ് ആർക്കിൻ്റെ സിനിമ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ പോകുന്ന ക്ലോസപ്പാണ്. നമ്മൾ ആ സിനിമയിൽ ജോൺ ഓഫ് ആർക്കിൻ്റെ മുഖം കാണിക്കും, പിന്നെ അടുത്തത് 2-3 പേരെ മുഖം കാണിക്കും. ഇതിങ്ങനെ മാറി മാറി മുഖങ്ങൾ മാത്രമേ കാണിക്കൂ. സോ അത് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് സ്റ്റൈൽ. അതെന്തിനാണ് ആ സ്റ്റൈൽ കാണിക്കുന്നത്? ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ പെർട്ടിക്കുലർ ഇഫക്റ്റ് അപ്പോൺ ദ വ്യൂവേഴ്സ്. നമ്മൾ ആ സിനിമ ജോൺ ഓഫ് ആർക്ക് നേരത്തെ നിങ്ങൾ പറയുന്നതാണ് കാണെങ്കിൽ, ആ ജോൺ ഓഫ് ആർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമുക്കങ്ങ് ചില സമയത്തങ്ങ് നമുക്ക് അങ്ങ് അസ്വസ്ഥത കാരണം ഇരിക്കുക പൊറുതി ഇല്ലാത്തൊരവസ്ഥയിലെത്തും. പക്ഷേ നേരത്തെ പറഞ്ഞ നിങ്ങൾ കണക്ക് ഇന്നസെന്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുക പൊറുതി ഇല്ലാത്ത അവസ്ഥയിലെത്തും. ബട്ട് യു വോണ്ട് നോ, യു വുഡന്റ് അണ്ടർസ്റ്റാൻഡ് വൈ യു ആർ ഫീലിംഗ് സോ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ മുഴുവൻ പറയുന്നത് ക്ലോസപ്പ് ഷോട്ട്സ് വഴിയാണ്. ദർ ഇസ് നോ റിലീഫ്, യു കനോട്ട് സീ ദ ബാക്ക്ഡ്രോപ്പ്. ഇതൊന്നുമില്ല. സിനിമ മുഴുവൻ ക്രിയേറ്റിംഗ് എ സ്റ്റൈൽ in order to tell that story. So the filmmaker has got that intention to create the effect, this kind of effect upon you. നേരത്തെ സുശീൽ സാർ പറഞ്ഞ കണക്ക് ഇത് ഫിലിം മേക്കർ ക്രിയേറ്റ് ചെയ്യുന്ന മീനിങ് ആണ്. റീഡർ ഡിറൈവ് ചെയ്യുന്ന മീനിങ്ങിനേക്കാളും ഇത് ഫിലിം മേക്കർ കൃത്യമായിട്ട് ചില കരുക്കൾ നീക്കി വ്യൂവറിനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ്. അപ്പം ഇഫ് യു നോ ദ തിങ്സ് ബിഹൈൻഡ് ദ മൂവി, യു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഹാപ്പൻസ്. ഇഫ് യു ഡോണ്ട് നോ ദ സെയിം ഫീലിംഗ് യു ഗെറ്റ്. അത്രയേ ഉള്ളൂ. അതാണ് ആ വ്യത്യാസം. അപ്പം ദ ഡിസൈൻ ആൻഡ് ഫിലിം ആൻഡ് സ്റ്റൈൽ ഓഫ് എ ഫിലിം, ഇതാരാ ഡിസൈഡ് ചെയ്യുന്നത്? ഇന്ന ഒരു ശൈലി വേണം എൻ്റെ ഈ സിനിമയ്ക്ക് മുഴുവൻ ഒരു കളർ ടോൺ വേണം. ഫോർ എക്സാമ്പിൾ ഇൻ ദ സ്പിൽബർഗ് ഫിലിം, ആ ഫിലിം ഏതാണ്? നമ്മൾ പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ഉണ്ടല്ലോ, ഈ സെക്കൻഡ് വേൾഡ് വാർ ബേസിസ് ആ ഒരു ജീവന്റെ ഏതാ? 1914 ആണോ? അല്ലല്ല, സ്പിൽബർഗിന്റെ മൂവി, വളരെ ഫേമസ് ആയിട്ടുള്ള മൂവി. ആ ജ്യൂസിനെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഒരു പെൺകുട്ടി രക്ഷിച്ചു കൊണ്ടുപോകുന്ന, ഒരു കുട്ടിയെ രക്ഷിക്കുന്ന ആ ഒരു സേവിംഗ് പ്രൈവറ്റ് റയൻ. അതെ, ഷിൻലേഴ്സ് ലിസ്റ്റില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതാണ് വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ അറിയാതെ സിനിമ കാണുന്ന, അറിഞ്ഞ സിനിമ കാണുന്ന, അതില് നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു വിഷ്വൽ പ്രത്യേകതയായിട്ട് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും അത് കണ്ടവര്? ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. The black and white and the red coat. Red coat.
അതിലൊരു പെൺകുട്ടി റെഡ് കോട്ട്, ഒന്ന് ആലോചിച്ചു, ഒരു 3 hours നീണ്ടിരിക്കുന്ന ഒരു മൂവിയിൽ ഒരൊറ്റ കളറേ ഉള്ളൂ. ആ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കോട്ട് ഇട്ട ഒരു പെൺകുട്ടി. നമ്മൾ 2 സീനിലാണ് അവരെ കാണുന്നത്, 2 ഷോട്ടിലാണ് അവരെ കാണുന്നത്. വലിയൊരു മൂവിയിൽ 2 ഷോട്ടിൽ മാത്രം കാണുന്ന ആ മൂവിയെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഷോട്ടിന് നമ്മൾ ആ പെൺകുട്ടിയെ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം എന്താണ്? കാര്യം ഒരു വൈഡ് ആംഗിൾ ഷോട്ടിൽ ആ പെൺകുട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒരു പെൺകുട്ടി റെഡ് ഡ്രസ് ഇട്ട് ഇങ്ങനെ പോകുന്നതാണ്. ആ പെൺകുട്ടിയുടെ ആ ചുവപ്പ് ഉടുപ്പ് മാത്രമേ നമുക്ക് ആ ഹോൾ സിനിമയിൽ ഈ കളറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ എത്രയോ ഷോട്ട്സ് കഴിഞ്ഞിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഡെഡ് ബോഡീസ് ഇട്ടിരിക്കുന്ന കൂട്ടത്തിൽ റെഡ് കോട്ട് ഇട്ട ആ പെൺകുട്ടിയുടെ ബോഡി. ശരിക്കും എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമ്മൾ ഐലാൻ കുർദിയുടെ ആ ബോഡി ആ കടൽ തീരത്ത് മറിഞ്ഞ് കമന്ന് കിടക്കുന്ന ആ ഒരു സാധനമാണ്, ആ ഫോട്ടോ ആണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കാര്യം വി ആർ മൂവ്ഡ് ബൈ ദ സ്പെസിഫിക്സ്, ദ പെർട്ടിക്കുലർ. നമ്മളൊരു 6 million Jews കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് ഫീൽ എനിത്തിങ്. പക്ഷേ വി ആർ ഓൾവേസ് ടച്ച്ഡ് ബൈ ദ ട്രാജഡി ഓഫ് 1 person. ആ 1 personന്റെ ആ സാധനം നമ്മുടെ ഉള്ളിൽ ആ സ്ക്രൂ അങ്ങ് തിരിക്കാൻ വേണ്ടിയാണ് ഡയറക്ടർ ഈസ് യൂസിങ് ദാറ്റ്, ആ കളർ യൂസ് ചെയ്യുന്നത്. അത് നമ്മളെ ബേൺ ചെയ്ത് നമ്മുടെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ കളർ വഴി മീനിങ്സ് ഉണ്ടാക്കുന്നതാണ്. ഈ മലയാളത്തിൽ സ്വം എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. അതിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത് കളറിലാണ്. അതൊരു മീനിങ് കൺവേ ചെയ്യുന്നില്ലേ? ക്യാൻ യു ജസ്റ്റ് ഗെസ് ദാറ്റ്? എന്തായിരിക്കും ആ മീനിങ്? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയിൽ അതിലെ ഹീറോയിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ഓർക്കുന്നത് കളറിലാണ്. എന്തായിരിക്കാം? She was obviously happy that time or ഒരു മീനിങ് കൺവേ ചെയ്യുന്നില്ലേ? നമ്മളിത് അറിഞ്ഞുകൂടെങ്കിലോ നമ്മൾ ഓക്കെ ഒരു സിനിമയിൽ എന്താണെന്തോ പഴയത് കാണിക്കും, കളർ കാണിക്കും. നോ, ഇറ്റ് ഹാസ് എ മീനിങ്. ആ മീനിങ് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത്? കാര്യം കൺവെൻഷൻ ഈസ് ദാറ്റ് നമ്മൾ സാധാരണ എന്താണ് കളറായിട്ടുള്ള പ്രസന്റ് കാണിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും പലപ്പോഴും പാസ്റ്റ് കാണിക്കുന്നത്. അവിടെ നിന്നാണ് ഹി ഹാസ് ക്രിയേറ്റഡ് സംതിങ് ന്യൂ ഇൻ ഫിലിം ലാംഗ്വേജ്. നമ്മൾ ഇത് മനസ്സിലാവണം. നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളിത് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. സോ cinematography is very important. The design and film of a film, it is decided by the director, sometimes the cinematographer, that means the photographer. DP എന്ന് പറഞ്ഞ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. അതുപോലെ ചിലപ്പം പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരിക്കും ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത്. എൻ്റെ സിനിമയുടെ ഡിസൈൻ ഇങ്ങനെ ആവണം. പത്മരാജനൊക്കെ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ സിനിമയുടെ ആ എഴുത് ഈ തുടക്കത്തിൽ ക്രെഡിറ്റ്സ് എഴുതുന്നത് മുതൽ അവസാനം വരെ he makes the decision. So it becomes his film. We call him an author, the author of that movie. അതാണ് സംഭവം. ഇനി നമ്മൾ 3 കാര്യങ്ങളിലോട്ട് പോവാണ്. The first important thing is the scale of shot. How big the subject is. ഇപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ കാണിച്ച എവിടെ ക്യാമറ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. നമുക്കറിയാം when the camera gets closer to a subject, ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it looms larger and larger in the frame. കൂടുതൽ വലുതാവും ഇല്ലേ? ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏതാണ്ട് ഫ്രെയിം നിറഞ്ഞു നിൽക്കും ഈ സബ്ജക്റ്റ്. ദൂരെ നിന്നാണെങ്കിൽ എന്താ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും സബ്ജക്റ്റ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ മൂവീസ്. നമുക്കറിയാം, ഈ ക്യാമറ ഉപയോഗിക്കുന്നവർക്കും അറിയാം, you need not have to bring the camera closer to the subject, but you only have to turn the എന്താണ് അതിൻ്റെ ലെൻസ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ പോലും ഇതിങ്ങനെ സബ്ജക്റ്റ് അടുത്ത് വരുന്നുള്ളത് നിങ്ങൾക്കറിയാം. അതാണ് നമ്മൾ ആ 3 സംഭവങ്ങളാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. വൺസ് അഗെയിൻ ഐ എം ഷെയറിംഗ് ദ സ്ക്രീൻ. ക്യാമറ ഷോട്ട്സ് ആണ്. I'll explain while you watch. The idea of distance between the viewer, the camera, and the subject of that view is important. So that is കാണുന്നില്ല സർ. ഏതാ? കാണുന്നില്ല.
പ്രസന്റ് ചെയ്യുന്നത്. പ്രസന്റ് ആയിട്ടില്ല. ഓക്കെ ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, കാണാമോ ഇപ്പം? എൻ്റെ ഡെസ്ക്ടോപ്പ് കാണാമല്ലോ അല്ലേ? ഓക്കെ. The idea of distance between the viewer, the camera, and the So subject. that is the കാണാനില്ല, ഇപ്പോഴും കാണാൻ വയ്യ. വീഡിയോ കാണുന്നില്ല സർ. ഇല്ല സാർ പ്രസന്റ് ചെയ്യുന്നു കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? I can't see. കാണുന്നുണ്ടല്ലോ. So Working to a central aspect of that is a subject. and we unconsciously identify with the viewpoint of the camera. So this is the viewer. When you watch a subject, you unconsciously identify yourself with the subject, with the camera lens. ക്യാമറ കാണുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ആ ക്യാമറയാണ് നിങ്ങളുടെ കണ്ണ്. അങ്ങനെയാണ് നിങ്ങളൊരു സബ്ജക്റ്റിനെ നോക്കുന്നത്. In other words, the viewer identifies with the lens. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമറ ഷോട്ട്സ് ആണ് ഇത്. ഓരോന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. സെക്കൻഡേ, that is the extreme long shot. You know, extreme long shot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it depicts a vast area from a great distance. ഒരുപാട് നമ്മളൊരു വലിയൊരു ഏരിയ നല്ലൊരു ഡിസ്റ്റൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വി യൂസ് ദിസ്. ഇറ്റ് മേ ബി യൂസ്ഡ് വെനെവർ ദി ഓഡിയൻസ് ഷുഡ് ബി ഇംപ്രസ്ഡ് വിത്ത് ദി ഹ്യൂജ് സ്കോപ്പ് ഓഫ് ദി സെറ്റിംഗ് ഓർ ഈവന്റ്. നമ്മളൊരു ഹൈ പോയിന്റിൽ നിന്നായിരിക്കും എപ്പോഴും ഇത് കാണിക്കുന്നത്. നമ്മളൊരു ഏരിയ, ഒരു ലൊക്കേഷൻ മുഴുവൻ കാണിക്കണമെങ്കിൽ സാധാരണ നമ്മൾ എക്സ്ട്രീം ലോങ് ഷോട്ട് എന്ന ഷോട്ടാണ് കാണിക്കുന്നത്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. സ്പെസിഫിക് സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേ ടേക്ക് എ വെരി ലിറ്റിൽ സ്ക്രീൻ സ്പേസ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും ടു റെക്കഗ്നൈസ് ബൈ എനിത്തിങ് അതർ ദാൻ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഓഫൻ വി യൂസ് ദിസ് നോച്ച് എന്താണ് എക്സ്ട്രീം ലോങ് ഷോട്ട്. അതുപോലെ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ എവിടെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയും ആ ലൊക്കേയിൽ കാണിക്കാൻ വേണ്ടിയും വി യൂസ് ലോങ് ഷോട്ട്സ്. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കണ്ടോ, ആ ക്യാരക്ടേഴ്സ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അത്ര ചെറുതാണ്, നമുക്ക് അവരെ കണ്ടുകൂടാം. പക്ഷേ എവിടെയാണ് ഈ കഥ നടക്കാൻ പോകുന്നത് എന്നുള്ളത് we get an idea. We get the environment depicting large scale actions. അടുത്തത് നമ്മൾ കാണുന്നത് ലോങ് ഷോട്ടാണ്. ലോങ് ഷോട്ട് ആ എൻറ്റയർ ഏരിയ ഓഫ് ആക്ഷൻ ഉണ്ട്, ദ പ്ലേസ് ഉണ്ട്, ദ പീപ്പിൾ ഉണ്ട്, പിന്നെ ഓബ്ജക്ട്സ് ഇൻ ദ സീൻ, ദേ ആർ ഷോൺ ഇൻ എ ലോങ് ഷോട്ട് ടു അക്വൈൻറ്റ് ദി ഓഡിയൻസ് വിത്ത് ദ ഓവറോൾ അപ്പിയറൻസ്. അതാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രീറ്റ് ആവാം, അല്ലെങ്കിൽ ഹൗസ് ആവാം, ഒരു റൂം ആവാം. ഇതൊക്കെയാണ് ലോങ് ഷോട്ടിൻ്റെ ഏറ്റവും വലിയ ഇത്. നമ്മൾ ക്യാരക്ടേഴ്സിന് അത്യാവശ്യം കാണാം, അവരെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഈ ഷോട്ട്സ് കൊണ്ടുവരുന്നത്. ദിസ് ഇസ് എ ഫുൾ ഷോട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ ഷോട്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാലിൻ്റെ പാദം മുതൽ തല വരെ കാണിക്കുന്നതാണ് ഒരു ഫുൾ ഷോട്ട്. ഇപ്പോൾ റൊമാൻറ്റിക് ആയിട്ട് 2 പേര് എംബ്രേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 പേര് ഫൈറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഫുൾ ഷോട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇത് ഇൻഫർമേഷൻ കുറഞ്ഞു വരികയാണ്. We don't see much background. The character now is very important, getting more importance now from feet to head. പിന്നെ അടുത്താണ് മീഡിയം ലോങ് ഷോട്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് മുകളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വീണ്ടും ബാക്ക്ഗ്രൗണ്ടിന്റെ ഇത് കുറയുന്നു, നമ്മൾ ആളിന്റെ ക്യാരക്ടറിന്റെ അടുത്തോട്ട് പോവാണ്. പുള്ളിയുടെ സൈക്കോളജി ഇതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിസ് ഇസ് കോൾഡ് അമേരിക്കൻ ഷോട്ട്. മീഡിയം ഷോട്ടാണ്. കണ്ടോ, മുട്ടിന് മുകളിലോട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഡ്രമാറ്റിക്കലി ഇൻട്രസ്റ്റിംഗ് ആണ്. ദിസ് ഇസ് ദ മീഡിയം ഷോട്ട്. മീഡിയം ഷോട്ടും ഇതുപോലെ ഇതാണ്. നമ്മൾ വി ആർ ഗെറ്റിംഗ് മോർ ക്ലോസ്. കണ്ട, കുറച്ചും കൂടെ അടുത്തോട്ട് പോവുകയാണ്. ക്യാരക്ടറിന്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റും, പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കാണാൻ പറ്റും. ദിസ് ഇസ് ദി ക്ലോസപ്പ്. ക്ലോസപ്പ് നമുക്കറിയാം ഇതൊരു ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ. എവിടെയാണോ ഷോട്ട്സ്? ഇതൊക്കെ ക്ലോസപ്പ് ആണ്. ക്ലോസപ്പ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമേജ് സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ഇതിനേക്കാളും വളരെ അടുത്ത് നമ്മൾ ചിലപ്പം ഹെഡ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് ആ ഫേസിന്റെ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് കൃത്യമായിട്ട് കാണാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻ ചേഞ്ച് ഒക്കെ നമുക്ക് വി ഗെറ്റ് ത്രൂ ഈ ഫേഷ്യൽ വെൻ യു ഗെറ്റ് ടു ക്ലോസ് അപ്പ്.
then we go closer to make an extreme close-up. ഇതാണ് എക്സ്ട്രീം ക്ലോസ്. വളരെ അടുത്ത ഒരു കണ്ണിൻ്റെ മാത്രം എക്സ്പ്രഷനൊക്കെ കിട്ടണമെങ്കിൽ എപ്പോഴും എക്സ്ട്രീം ക്ലോസപ്പാണ് പോകുന്നത്. ഈ ഗാന്ധി സിനിമയിൽ ഈ ജനറൽ ഡയറിനെ വിചാരണ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അറ്റ് ദി മൊമെന്റ് എല്ലാത്തിനും അദ്ദേഹം ഡിഫെൻഡ് ചെയ്ത് നിൽക്കുമെങ്കിലും ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് ചോദിക്കാൻ നേരത്ത് ഹി ഡിഡ്ന്റ് ഹാവ് ആൻ ആൻസർ. ആ സമയത്ത് കണ്ണൊന്ന് ചെറുതാവുന്നത്, ഒന്ന് ട്വിച്ച് ചെയ്യുന്നത് കാണിക്കും. അതൊരു എക്സ്ട്രീം ക്ലോസപ്പ് അല്ല ഉപയോഗിച്ചത്, പക്ഷേ ആ സമയത്ത് അങ്ങനെയുള്ള മൊമെന്റ്സിലാണ് ഫിലിം മേക്കേഴ്സ് യൂസ് എക്സ്ട്രീം ക്ലോസപ്പ്. അത്രയും ഇതായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ലുക്ക് അറ്റ് ദിസ്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഇമ്പാക്റ്റ് ആണ്. അതുപോലെ ചില ഓബ്ജക്ട്സിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗിവ് ഇറ്റ് സം കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസ്. ഈ കത്തി മാത്രമായിട്ട് കാണിക്കുന്നു. ഈ കത്തി മാത്രമായിട്ട് കാണിക്കുമ്പോൾ നമുക്കറിയാം ഈ കത്തി കൊണ്ട് എന്തോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ കത്തിക്ക് ഒരു ഡ്രമാറ്റിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു മൂവിയിൽ എന്ന് പറയുന്ന ഒരു ഷോട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കത്തി ഇങ്ങനെ കാണിക്കുന്നു. അടുത്ത ഷോട്ടിൽ എന്താണ് ചെയ്യുന്നത്? യെസ്, ദാറ്റ്സ് ഇറ്റ്, ഇറ്റ്സ് ഓവർ. കണ്ടോ, ഇതാണ് ഷോട്ട്സിന്റെ സൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന വ്യത്യാസം. ഓക്കെ, ഷോട്ടിന്റെ ഒരു വേരിയേഷൻ വഴി when you go up close, you are closing in on the character, you are trying to pick the subtle expressions on his face. The distance കൂടുന്തോറും നമ്മൾ we are giving importance to the background. ബാക്ക്ഡ്രോപ്പിനാണ് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ട് we are closing in. നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് കാണിക്കുകയാണെങ്കിൽ ക്ലോസപ്പ് കൊണ്ട് പറ്റില്ല. ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഷോട്ട്സ് ആണ് ഒരു മൂവി എപ്പോഴും, ഒരു സീൻ എപ്പോഴും അതിനൊരു റിച്ച്നെസ് കൊടുക്കുന്നു പറഞ്ഞാൽ. ഒറ്റ ഷോട്ടിൽ കാര്യം തീർത്തുകൂടെയും ചോദിക്കും. പക്ഷേ ഒരുപാട് ഷോട്ട്സ് ആകുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് മീനിങ്സ് ആർ ക്രിയേറ്റഡ്. ഇന്റൻസ് ആയിട്ടുള്ള ഡ്രാമ കാണിക്കുമ്പോഴത്തേക്ക് യു ആർ ഗോയിങ് അപ്പ് ക്ലോസ്. ആ സൈക്കോയിൽ ആ പെൺകുട്ടിയുടെ കരച്ചിലേക്ക് കേൾക്കാൻ നേരത്ത് നമ്മൾ ശരിക്കും മുഖത്തിനടുത്ത് പോവുകയാണ്, ക്യാമറ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഫ്രം അവർ പാർട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഷോട്ട് ഇസ് ക്രിയേറ്റിംഗ്. ദൃശ്യം മൂവിയിലെ എക്സ്ട്രീം ക്ലോസപ്പ് ആണോ സർ? ദൃശ്യം മൂവിയിൽ ഏത് ഷോട്ടിലാണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് ഓർമ്മയുണ്ടോ? മോഹൻലാൽ കണ്ണു തുറക്കുന്നു, മൂവി എൻഡ് ചെയ്യുമ്പോൾ അടയ്ക്കുന്നു. ആ അതെ അതെ, അതിന് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു മീനിങ്ങുകളുണ്ട് ഇല്ലേ? ദൃശ്യം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലേ? എല്ലാം ദൃശ്യമാണ് എന്നുള്ളതാണ്, എല്ലാം കാഴ്ചയാണ്. കാഴ്ച സത്യമാവണമെന്നില്ല എന്ന് പറയുന്നതാണ്, അതാണ് അതിന്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു കണ്ണ് തുറക്കുന്ന ആ സാധനം തന്നെ നമുക്ക് ആ ദൃശ്യം എന്നുള്ള ആ പേരുമായിട്ട് ചേർത്തത് വെച്ച് വായിക്കുമ്പോഴത്തേക്ക് we understand the significance of that particular shot, the decision, we understand the meaning behind the decision. Our decision എടുക്കാനുള്ള the reason behind that decision of going up close to that character. എന്തുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും അല്ലേ? ഈ ഒരു ഷോട്ട് കൊണ്ടായിരിക്കും. Anything you want to ask? Turn off captions. Anything you want to ask right now? Because we are going straight to camera angle. Camera angle ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമറ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടത് എന്താ, ഈ ഷോട്ട്സിൻ്റെ, അതായത് ക്യാമറ ഷോട്ടിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കുള്ള മീനിങ് ഡിഫറൻസ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ആംഗിൾസ് ഉണ്ട്. ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആംഗിളാണ്, ഇതൊരു ആംഗിളാണ്, ഇത് വേറൊരു ആംഗിളാണ്, മൂന്നാമത്തെ ആംഗിളാണ്, ഇത് വേറൊരു ആംഗിളാണ്. ഇതിന് ഓരോന്നിനും ഓരോ മീനിങ് ആണ്. അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ കാണില്ലേ, ഫോട്ടോ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാം, ഈ ആംഗിൾസ് അറിഞ്ഞുകൂടാതെ പറ്റുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ട്. പൂച്ചക്കുഞ്ഞ് ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്? അതിനെ വിളിച്ചില്ലെങ്കിൽ പട്ടിക്കുട്ടിയുണ്ട്, അതിനെ വിളിച്ചിട്ട് ഞാൻ നോക്കുന്നു പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കും ഇല്ലേ? പക്ഷേ യു ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ദാറ്റ് ഡോഗ് ഓർ ക്യാറ്റ്. ഇഫ് യു വോണ്ട് ടു ടേക്ക് the full expression of that dog അല്ലെങ്കിൽ ഫേസ് എടുക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദാറ്റ് ലെവൽ. നിങ്ങൾ കിടന്ന് മുട്ടുകുത്തി ആ ലെവലിൽ നിന്ന് വേണം ഫോട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ യു ആർ ലുക്കിംഗ് ഡൗൺ ഓൺ ദാറ്റ് ക്രീച്ചർ. അപ്പോൾ അതിൻ്റെ രൂപത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം കാണിക്കുന്നതാണ് ദാറ്റ് പെർട്ടിക്കുലർ ആംഗിൾ ഇൻ വിച്ച് യു ഷോട്ട് ദാറ്റ് ഫോട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. അതുപോലെ കൊച്ചു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ പോലും നിങ്ങൾ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫേഴ്സ്, അറിയാവുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആരും മുകളിൽ നിന്ന് താഴോട്ട് എടുക്കില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുക്കില്ല. നേരെ ഇരുന്ന് അത് നോക്കുന്ന ഐ ലെവൽ എന്നാണ് പറയുന്നത്. ഐ ലെവൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം പഠിക്കുന്നതും ഈ ഐ ലെവൽ ഷോട്ടാണ്. ഐ ലെവൽ ഇസ് നോട്ട് ഇൻവെസ്റ്റഡ് വിത്ത് എനി മീനിങ്.
അതിലൊരു മീനിങ് ഇല്ല. നമ്മളൊരാളിനെ സീയിങ് ഐ ടു ഐ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, നമ്മൾ സമതുല്യനായിട്ട് ഒരാളിനെ കാണുമ്പോഴത്തേക്ക് അതൊരു ഐ ലെവൽ ഷോട്ടാണ്. ഈ ലെവല് മാറുമ്പോഴത്തേക്ക് മീനിങ്സ് ചേഞ്ച്. നമ്മൾ വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ, അത് എപ്പോഴും ഐ ലെവൽ ഷോട്ട്സ് ആണ്. വാർത്താ വായനക്കാർ നമ്മുടെ കണ്ണിന് നേരെ എതിരെ ഇരുന്നാണ് വായിക്കുന്നത്. അതേസമയത്ത് ഷോട്ട് മാറുമ്പോഴോ, ഞാൻ ഇപ്പം ഇത്തിരി പൊങ്ങിയിട്ട് താഴെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, അതെ കേരളത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പം ഐ എം ലുക്കിംഗ് ഡൗൺ ഓൺ യു. എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാനാണ് പറയുന്നത് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ്, എന്ന് പറയുന്നൊരു മീനിങ് ജനറേറ്റ് ചെയ്യും. കാര്യം ആ ലുക്കിംഗ് ഡൗൺ ആണ്. ഇതൊക്കെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം കൂടിയാണ്. നമ്മൾ ലുക്കിംഗ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡോമിനേറ്റ് ചെയ്ത ഒരു ഹയർ പൊസിഷനിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. സഡൻലി ആ നോട്ടം ഇസ് ഇൻവെസ്റ്റഡ് വിത്ത് മീനിങ്. അപ്പൊ ക്യാമറ എവിടെ വെക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ അറിയാം, പല സിനിമകളിലും ഈ 3 ഷോട്ട്സിനെ പറ്റി പറയാൻ വേണ്ടിയാണ്, പല സിനിമകളിലും നായകന്റെ വലിപ്പം അറിയിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, നേരെ ഈ നായകൻ ഇതാണെങ്കിൽ ഇനി എത്ര പൊക്കമാണെങ്കിലും നായകന്റെ നേരെ താഴെ വെച്ച് കഴിഞ്ഞാൽ നായകൻ ആളങ്ങം മാറി. ഇപ്പൊ എന്താ, ഒരു ആജാനുബാഹുവാണ്. ചില ഷോട്ട്സ് കണ്ടിട്ടില്ലേ, ഈ നായകൻ ഇങ്ങനെ ഈ ക്യാമറയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഗ്ലാസിന്റെ മുകളിൽ കൂടെ ഒക്കെ നടന്നു പോകും. നോക്കുമ്പോൾ കാല് ക്യാമറ വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. എന്താ സംഭവം? ടോളർ ദാൻ ലൈഫ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയാണ് ഹീറോസ് ഉണ്ടാവുന്നത്. നമ്മൾ ഹീറോസിനെയൊക്കെ നമ്മൾ എത്രയോ നാളുകൊണ്ട് ഹീറോസിനെ കാണിക്കാൻ നേരത്തെ ലോ ആംഗിൾ ഷോട്ട്സ് വെച്ചിട്ടാണ് ആ ഹീറോയിക് ഇമേജസ് ജനറേറ്റ് ഇൻ ആ മൈൻഡ്. സിനിമയ്ക്കകത്ത് നമ്മുടെ ചാപ്ലിന്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ ഇറ്റ് ഈസ് ബ്രോട്ട് ഔട്ട് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ ഒരു സീനില്ലേ, കസേര പൊക്കി. അതെ സെയിം തിങ്. അപ്പൊ ഈ സാധനം എവിടെ പിടിക്കുന്നു എന്നുള്ളതനുസരിച്ച് ആ മീനിങ് മാറും. അപ്പൊ താഴെ നോക്കും, നമ്മളൊരു കത്തീഡ്രൽ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു ഐഡലിനെ നോക്കുന്നു. ആ സമയത്ത് ദേ നെവർ യൂസ് ദി ക്യാമറ ലൈക്ക് ദിസ്. വേണമെങ്കിൽ ഒരു ക്രെയിൻ വെച്ചിട്ട് ഒരു ക്രൈസ്റ്റിനെ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പിന്നെ ശ്രീരാമന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ആ ഐഡലിന്റെ ലെവലിൽ ക്യാമറ വെക്കാൻ പാടൊന്നുമില്ല. പക്ഷെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് വേറെയാണ് അല്ലേ? നമുക്കൊരു ഫീലിംഗ് ഇറ്റ് ക്രിയേറ്റ്സ് എന്താണ് ഫീലിംഗ് ഓഫ് ഓർ റെസ്പെക്ട് ഓർ സം കൈൻഡ് ഓഫ് ഫിയർ, ജനറേറ്റിംഗ് ഫിയർ ഇൻ ദ മൈൻഡ് ഓഫ് ദി വ്യൂവർ. വ്യൂവർ നോക്കുന്ന ഇങ്ങനെയാണ്, അന്തം വിട്ട് പേടിച്ച് ഭയന്ന് ഭക്തി ബഹുമാനത്തോടുകൂടിയാണ് നോക്കുന്നത്. ആ ഭക്തി ഉണ്ടാക്കിയതാരാ? ഇങ്ങനെ പിടിച്ച ക്യാമറാമാനാണ് നമ്മുടെ ഉള്ളിൽ ആ ഭക്തി ഉണ്ടാക്കിയത്. നോക്ക്, ഈ ക്യാമറ ജനറേറ്റിംഗ് മീനിങ്സ്, സഡൻലി ദിസ് ഇസ് എ ലോ ആംഗിൾ ഷോട്ട്. അപ്പം നിങ്ങൾക്ക് ഇനി എത്ര ഹൈറ്റ് കുറവെന്നുള്ള വിഷമം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ പറയും കുറച്ചൊന്ന് ക്യാമറ താഴ്ത്താൻ പറയും. അപ്പം വി ക്യാൻ ടവർ ഓവർ ദ ക്യാമറ. എന്താണ്, നമുക്കൊരു കമാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും ഇല്ലേ? നേരെ തിരിച്ചാണെങ്കിലോ, ഇതാണെങ്കിലോ നിങ്ങൾക്ക് ഇനി 7 അടി ഹൈറ്റ് ആണെങ്കിലും ഇങ്ങനെ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ ഹൈറ്റ് അങ്ങ് താഴെ. അപ്പം അത് വേറൊരു മീനിങ് ജനറേഷനാണ്. സോ in certain situations you have to generate this meaning, you have to give this meaning to the viewer that our hero is now very insignificant. അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ തകർന്നു, അദ്ദേഹം പാപ്പരായി, എല്ലാ കാര്യത്തിലും നശിച്ചു നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ഒരു ഫിലിമിന്റെ ഈ ബേസിക്സ് അറിഞ്ഞുകൂടാ നിങ്ങൾ പോയി ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഞാനാണ് കഥാപാത്രം, നിങ്ങളെ കഥാപാത്രമായിട്ട് നിങ്ങൾ എന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് പോയി, സാർ ഒരു കാര്യം ചെയ്യും, സാർ അവിടെ വന്നിരിക്കും, സാർ എല്ലാം തകർന്നിരിക്കുകയാണ്, ഞാനൊരു ഷോട്ട് എടുക്കട്ടെ, ആ ഷോട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ക്യാമറ കൊണ്ട് ഇവിടെ വെക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇനി എത്ര വിഷമിച്ചിരുന്നാലും ക്യാമറയിൽ എന്താ മീനിങ്? എന്താ, ഞാൻ ഇതിന്റെ മുകളിൽ നിൽക്കുകയാണ്, ഇത് കാണുന്നവന്റെ മുകളിൽ ഞാൻ നിൽക്കുകയാണ്. സോ ദിൽ ബി സംതിങ് ജാറിങ് ഇല്ലേ? ആ മീനിങ്ങിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാര്യം യു ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഫീലിംഗ് ദാറ്റ് ഐ എം കംപ്ലീറ്റ്ലി ലോസ്റ്റ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ദിസ് ക്യാമറ, ദിസ് ആംഗിൾ ഈസ് ടെല്ലിങ് എ ഡിഫറെന്റ് സ്റ്റോറി. ഇറ്റ് ഈസ് ട്രൈങ് ടു ജനറേറ്റ് എ ഡിഫറെന്റ് മീനിങ്. കാര്യം ഇതിന്റെ മുകളിൽ ടവർ ചെയ്ത് നിൽക്കുന്ന ഒരാൾ, ഇയാൾ എങ്ങനെ തകരും? ദി ഓഡിയൻസ് വിൽ ബി കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ ഞാൻ ചിലപ്പോൾ ഒരു വലിയൊരു ഡെസേർട്ടിൽ നിൽക്കുകയായിരിക്കും, നേരെ മോളിൽ നിന്നൊരു ഷോട്ട്, ഹൈ ആംഗിൾ ഷോട്ട്, ഞാൻ വളരെ പ്യൂണി ലിറ്റിലായിട്ട് വളരെ സ്മോൾ ആയിട്ട് തോന്നുകയും ചെയ്യും. ഈ വലിയൊരു വാസ്റ്റായിട്ട് ഡെസേർട്ട് ലാൻഡിൽ ആകെ തകർന്ന എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഒരൊറ്റ വാക്ക് പോലും. സാർ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ? പറഞ്ഞു. നമ്മുടെ മഹേഷിന്റെ പ്രതികാരം സിനിമയ്ക്കകത്ത് ആ കല്യാണ സീനില് മഹേഷ് വന്ന് ബൈക്കിനകത്ത് ഇരിക്കുന്ന ഒരു സീന്, അത് ആ സാർ ഇപ്പൊ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഏറെക്കുറെ എടുത്തിരിക്കുന്നത്. അതായത്
ആ ക്യാമറ കുറച്ച് മുകളിൽ, മഹേഷ് ഇച്ചിരി താഴെ, പുള്ളിക്കാരൻ മുകളിലോട്ട് നോക്കി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് അത് ആ രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. സെയിം തിങ്. ഇതൊക്കെ മീനിങ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാം അല്ലേ? നമുക്ക് ഒരിക്കലും ഫിലിം മേക്കറിന് വന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓക്കെ ഇവനെല്ലാം തകർന്നിരിക്കുകയാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സിഗ്നിഫൈ ചെയ്യുന്ന ഈ ഒരു മീനിങ് സിഗ്നിഫൈ ചെയ്യുന്ന ചില വളരെ ക്ലെവർ ആയിട്ടുള്ള ചില ഷോട്ട്സ്, ചില ആംഗിൾസ്, ചില ഷോർട്ട് ടൈപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ദ മീനിങ് ഈസ് ജനറേറ്റഡ്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ അറിയാമെങ്കിൽ പെട്ടെന്ന് അതിലപ്പം അങ്ങനെയാണ് ആ മീനിങ് ജനറേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇതാണ് ഈ ഹൈ ആംഗിൾ, ഐ ലെവൽ ആൻഡ് ലോ ലെവൽ ഷോട്ട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഹൈ ലെവൽ മീൻസ് ഏതാ? ഫോർ എക്സാമ്പിളോട് പറഞ്ഞോട്ടെ. പറഞ്ഞോ. മെമ്മറീസ് ഫിലിമില് ഈ ഒരു പ്രതിയെ പിടിക്കാൻ പോയിട്ട് കിട്ടാതെ ഒരു സമയത്ത് ഫ്രസ്ട്രേഷൻ കൊണ്ട് പൃഥ്വിരാജ് മഴയത്ത് മുകളിലോട്ട് നോക്കി അലർന്ന ഒരു സീനുണ്ട്. അതാ എലിമെന്റ്സ് എന്ന് പറയുന്ന സംഭവമാണ്. ആ മഴയത്ത് ശരിക്കും എല്ലാം തകർന്നിരിക്കുന്ന ഒരു സാധനമാണ്. അതിനാണ് ആ ഹൈ ആംഗിൾ ഷോട്ടാണ്. ഈ സോ പ്യൂണി, ഈ സോ സ്മോൾ ബിഫോർ ദ എലിമെന്റൽ ഫോഴ്സ്, ബിഫോർ ദ ഫോഴ്സ് ഓഫ് നേച്ചർ, ബിഫോർ ദ ഫോഴ്സ് ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടി അത് ഡെപ്പിക്ട് ചെയ്യുന്നതാണ് ആ മുകളിൽ. എനിക്ക് പിന്നെ ഞാൻ ആലോചിക്കുന്ന ഈ കിങ് ലിയറിന്റെ ആ മാഡ് ആവുന്ന സീനൊക്കെ ഉണ്ടല്ലോ, റേജ് ആ ഒരു സംഭവത്തൊക്കെ ശരിക്കും ഈ ഷോട്ട്സ് ഈ കഥ വായിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ വരും. ഈ ഡ്രാമ പ്ലേ വായിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ആ ഷോട്ടാണ് വരുന്നത്, ഇതിങ്ങനെ മുകളിൽ നിന്നുള്ള ഷോട്ട്. ശരിക്കും അതാണ് കിങ് ലിയറിന്റെ ആ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നീട് നമ്മൾ കഥകൾ വായിക്കും പോലും വി തിങ്ക് സിനിമാറ്റിക്കലി. നമ്മൾ ഓരോ ഷോട്ടും അത് ആ ഷോട്ടാണെങ്കിൽ ശരിയാണ്, ഇത് ഈ ഒരു മൊമെന്റിൽ ആ ഒരു ഷോട്ടാണ്, ഇറ്റ്സ് ബെറ്റർ, ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദ മൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആ വൈബ്സും മൂഡും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ത്രൂ ദ കൈൻഡ് ഓഫ് ഷോട്ട് ദാറ്റ് വി സെലക്ട്, ഇറ്റ് ഈസ് പോസിബിൾ. എനിത്തിങ് മോർ യു വാണ്ട് ടു ആസ്ക്? എനിബഡി എൽസ് ഹാസ് ഗോട്ട് എനിത്തിങ്? ഇല്ല. ഞാൻ ഇത് പറയാൻ വേണ്ടി ഒരു ഇതും കൂടെ ഒന്ന് ചെയ്യണേ. നോ, ദാറ്റ്സ് നോട്ട് ദ തിങ്. എൻ്റെ സ്ക്രീൻ. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ക്യാമറ ആംഗിൾ ഒന്ന് കാണിക്കുകയാണേ പെട്ടെന്ന്. ഹൈറ്റ് ആണ്. ഹൈറ്റ് ഇപ്പം നേരിയ ഹൈറ്റ്, അത് ഐ ലെവൽ ഷോട്ട് ആയില്ല. ഐ ലെവൽ പോകണമെങ്കിൽ ക്യാമറ മുകളിലോട്ട് പോകണം. നൗ ഇറ്റ് ഇസ് ഐ ലെവൽ. ഇതാണ് ഐ ലെവൽ. ഇത് ന്യൂട്രൽ ഷോട്ടാണ്, വിച്ച് ഡസൻ ഹാവ് എനി പെർട്ടിക്കുലർ മീനിങ്. നമ്മൾ ക്ലോസപ്പ് പോകുമ്പോഴും എപ്പോഴും ഈ ഐ ലെവൽ ഷോട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ഐ ലെവൽ. We are going high angle shot. So now the character is insignificant. Now we are going low angle. The character assumes importance. Now back to eye level. Camera യുടെ കണ്ണിൽ കൂടെയാണ് we are watching that character. Important ആണ്. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടി ലോ ആംഗിൾ ഷോട്ട്സ് ഒന്ന് നിങ്ങൾ കണ്ടുപോകുക. ഇത് ലോ ആംഗിൾ ആണ്. ലോ ആംഗിൾ ഷോട്ട്സ് വരുമ്പോഴത്തേക്ക് the character is huge. The character is important. Dominates. വളരെ നമ്മൾ ഓട്ടോക്രാറ്റ്സിനെ കാണിക്കാൻ നേരത്തും വൺ ഹു ടവേഴ്സ് ഓവർ, നമ്മളൊരു ഭീകരനെയും ഒരു പിന്നെ അങ്ങനെയുള്ളവരെ കാണിക്കാൻ നേരത്ത് ദിസ് ഇസ് ദ ഐഡിയൽ ഷോട്ട്, ബിക്കോസ് ഈ കമാൻഡ്സ് ഡോമിനേറ്റ് ചെയ്യാൻ ഇതെല്ലാം കണ്ട. ഇതും ഇത് ചെയ്യാൻ, ബട്ട് സംതിങ് ഈസ് ലൂമിങ് ബിഹൈൻഡ് ഹിം. ഇത് വന്നിട്ട് ഇതാണ് ഹൈ ആംഗിൾ ഷോട്ടാണ്. കണ്ട, ഹെൽപ്ലെസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് ഹൈ ആംഗിൾ ഷോട്ട്സ് ആണ് എപ്പോഴും ബെറ്റർ. ഇതാ ഹെൽപ്ലെസിന്റെ സിറ്റുവേഷൻ ആണ്, അപ്പം മുകളിൽ നിന്നുള്ള ഷോട്ട്സ് ആണ്. ഇതാ ഹൈ ആംഗിൾ ഷോട്ട്സ് ആണ്. ക്യാരക്ടർ ഏതാണ്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലും അങ്ങനെയൊക്കെയുള്ളിടത്താണ് ഹൈ ആംഗിൾ ഷോട്ട്സ് നമ്മൾ വരുന്നത്. ചിൽഡ്രനെ കാണിക്കാൻ നേരത്ത് അവർ എന്തുമാത്രം പാവമാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയും അവരെത്ര ചെറുതാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയും ഇതുപോലെ ഹൈ ആംഗിൾ ഷോട്ട്സ്, POV ഷോട്ട്സ് നമ്മൾ ഉപയോഗിക്കും. എക്സ്ട്രീം ഹൈ ആംഗിൾസും യൂസ് ചെയ്യാം. ഇത് എക്സ്ട്രീം ഹൈ ആംഗിൾ ടു ക്രിയേറ്റ് ഡ്രാമയാണ്. അതിൻ്റെ ഹോൾ ടെക്സ്റ്റ് കാണിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രീം ഹൈ ആംഗിൾ പോകുന്നത്. ഇതാണ് ഡച്ച് ആംഗിൾ. ഡച്ച് ആംഗിൾ ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ക്യാമറ ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡച്ച് ആംഗിൾ. നൗ വി ആർ ഇൻ ടു വെയ്ഡ് വേൾഡ്. ഒരു മാറ്റ് വേൾഡാണ്. ഹൊറർ സിനിമയിൽ
അതുപോലെ ഇങ്ങനെ മാഡ്നസ് ക്രീപ്സ് ഇൻ ടു ദ ക്യാരക്ടേഴ്സ്. പെട്ടെന്ന് ക്യാരക്ടർ ഒന്ന് ഈ പറയുന്ന സീൻ മുഴുവൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇറ്റ്സ് എൻ അൺറിയൽ വേൾഡ്, എ വെയ്ഡ് വേൾഡ്. അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു മാഡ് ഹൗസ് ആണിത്. അങ്ങനെയുള്ള ലോകം കാണിക്കാൻ വേണ്ടി ആ ലോകം തന്നെ ഇത്തിരി ചരിഞ്ഞ കണക്ക് പിന്നെ താളം തെറ്റിയ കണക്കാണ് കാണിക്കുന്നത്. ഓക്കെ, those are different camera angles. Anything you want to ask? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. നിലവിലുള്ള ഈ ഒരു ആംഗിൾസിന്റെ ഒക്കെ ഈ ഒരു കണക്കുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇത്ര ആംഗിളുകൾ, അതല്ലാതെ പുതിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ സിനിമയിൽ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇത് എന്താ ആംഗിൾസ് കാണിക്കും. ഡച്ച് ആംഗിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഡച്ച് ആംഗിൾ ഒരിത്തിരി ചരിച്ചാൽ പോരാ. ഇത്തിരി ചരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ക്യാമറ ഇത്തിരി ചരിഞ്ഞു പോകണമെന്ന് വിചാരിക്കും. യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദിസ് തിങ് ദാറ്റ് യു ആർ ഇന്റൻഷനലി കുക്കിംഗ് ദ ആംഗിൾ. ഇതിങ്ങനെ മനഃപൂർവ്വം ചരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓൾ ദി വേ ഡൗൺ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് അങ്ങനെ നടക്കാറില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പം മുഴുവൻ ഫ്രെയിമും തിരിഞ്ഞു പോകില്ലേ. അങ്ങനെയല്ല. ദിസ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ വേൾഡ് ദാറ്റ് ദിസ് വേൾഡ് ഇസ് വെയിറ്റ്. ഇതൊരു വിചിത്രമായ ഒരു ലോകമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ക്യാരക്ടർ സെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ആ സമയത്തൊക്കെ ക്യാമറ സ്റ്റഡി ആയിട്ട് നിൽക്കും. എന്നിട്ട് ആ ക്യാരക്ടർ മാഡ് ആവുമ്പോഴാണ് ദ വേൾഡ് ഗെറ്റ്സ് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് വൺസ് അഗെയിൻ ഓർഡർ ഇസ് റെസ്റ്റോർഡ്, യു ക്യാൻ ബ്രിങ് ദ ക്യാമറ ബാക്ക് ടു ഇറ്റ്സ് നോർമൽ ആംഗിൾ ചെയ്യാം. സാർ, സീ യു സൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ ഈ കൺവെൻഷൻസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ഒരുപാട് ആംഗിൾസ് എല്ലാം നല്ല രീതിയിൽ, അതായത് ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ ഒരാൾ ഇങ്ങനെ നോക്കുന്നു അതേപോലെ. ആക്ച്വലി അവിടെയാണ് നമ്മൾ വടക്കൻ വീരഗാഥയും സീ യു സൂണും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. മുഴുവൻ പ്രോപ്സ് വ്യത്യാസമാണ്, എടുക്കുന്ന രീതി വ്യത്യാസമാണ്. അപ്പം നമ്മൾ അത് ഈ ഫോം ഇസ് ദി കണ്ടന്റ് എന്ന് പറയുന്ന കണക്കാണ്. അതിന്റെ ആ ഫോം പോലും കണ്ടന്റിന് ആയിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഫോം ഇറ്റ്സെൽഫ് ഇസ് എ കണ്ടന്റ്. അതും കണ്ടന്റ് തന്നെയാണ്. നമ്മൾ അത് കാണുന്ന ആ ഫ്രെയിം പോലും ഇറ്റ് ഇസ് ദി കണ്ടന്റ്, ഇറ്റ് ഇസ് ദ മെസ്സേജ്. എല്ലാം അതുപോലെ ഇരിക്കുകയാണ് അതിൽ. വെരി ഗുഡ് ഒബ്സർവേഷൻ. അതാണേ. പിന്നെ ഒറ്റ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഷനും കഴിയും. അതും കൂടെ ഒന്ന് പറയുകയാണ്. ഞാൻ സോ നമ്മൾ ആംഗിൾസ് ആയി. ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, ക്യാമറ മൂവ്മെന്റ്സ്. ഈ ക്യാമറ മൂവ് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പല രീതിയിൽ മൂവ് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്യാമറ പയ്യെ അടുത്തോട്ട് വരാം. അപ്പം ഈ ക്യാമറ കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതല്ല, പയ്യെ സ്ലോലി ഇറ്റ് കംസ് ഇൻ. അല്ലെങ്കിൽ ഈ ക്യാമറയ്ക്ക് വേറൊരു കാര്യം ചെയ്യാം, പാൻ ചെയ്യാം. സ്ലോലി ഇറ്റ് ടേൺസ് ഓൺ ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്. അല്ലെങ്കിൽ ഇതാണ് ക്യാമറയുടെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൺ തിങ് ഇസ് ദാറ്റ് ട്രാക്കിംഗ് ഷോട്ട് ഉണ്ട്. അതായത് ഈ ക്യാരക്ടർ നടന്നു പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഡോളിയിലായിരിക്കും, ട്രാക്കിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. വി കോൾ ഇറ്റ് ഡോളി ഷോട്ട് ഓർ ട്രാക്കിംഗ് ഷോട്ട്. അത് ചിലപ്പം ക്യാരക്ടർ ഇങ്ങനെ ഫോളോ ചെയ്യുമായിരിക്കും, ചിലപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുമായിരിക്കും, പാരലായിട്ട് ഫോളോ ചെയ്യുമായിരിക്കും. ഇതാണ് ട്രാക്കിംഗ് ഷോട്ട്. പാൻ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പയ്യ ഇറ്റ് ടേൺസ് ഓൺ ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്, എന്നിട്ട് ഇങ്ങനെ തിരിയുന്നതിനെയാണ് എന്താണ് പാൻ ഷോട്ട്. ഒരു വലിയൊരു ഏരിയ മുഴുവൻ കാണിക്കണമെങ്കിൽ വി യൂസ് പാൻ ഷോട്ട്. ടിൽ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കാല് ഇങ്ങനെ കാണിച്ചിട്ട് നേരെ അയാളുടെ തലയിലോട്ട് പോകുന്നതിനാണ് ടിൽ ഷോട്ട്. ടിൽറ്റ് ഡൗൺ ആൻഡ് ടിൽറ്റ് അപ്പ്. ടിൽറ്റ് അപ്പ് ടിൽറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ആരുടാന്ന് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരു ആജാനുബാഹുവെന്ന് നമ്മൾ അടുത്തേക്കാണ്. അവൻ്റെ അടുത്താണ് നമ്മൾ ആരുടാന്ന് ചോദിച്ചത്. അപ്പോൾ സാധാരണ ഷോട്ട് എങ്ങനെയാണ്? അവൻ്റെ കാലിൽ നിന്ന് പയ്യ ടിൽറ്റപ്പാണ്. ടിൽറ്റപ്പ് ഇങ്ങനെ നടത്തി അവസാനമാണ് നമ്മൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ അവനെ കാണുകയാണ്. ദാറ്റ്സ് എ പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. അത് ടിൽറ്റപ്പാണ് നമ്മൾ കാണുന്നത്. ഈ മൂന്ന് ഷോട്ട്സും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഈ മൂവ്മെന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫിലിംസ്. സോ ദർസ് എ പാൻ ഷോട്ട്, ദർസ് എ ടിൽറ്റപ്പ് ആൻഡ് ടിൽറ്റ് ഡൗൺ, ആൻഡ് ദെൻ ട്രാക്കിംഗ് ഷോട്ട്. സ്റ്റഡി ഹാൻഡ് ഹെൽഡ് ഷോട്ട് ഉണ്ട്. ഒരാൾ ഓടുമ്പോഴത്തേക്ക് കൂടെ പിടിച്ചുകൊണ്ട് ഓടുന്നത്, അത് ഹാൻഡ് ഹെൽഡ് ഷോട്ടാണ്. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഷോട്ട്? നമുക്കും ആ സമയത്ത് പേടിയാണ്, എന്തോ സംഭവിക്കുന്നുള്ളു. ഈ ഈവിൾ ഡെഡ് എന്ന സിനിമയിൽ പിന്നെ അതിൽ ഈ ട്രാക്കിംഗ് ഷോട്ട് ഉണ്ട്. അതിൽ ആ ഡെഡ്, ആ പറയുന്ന ഈവിള് ശരിക്കും പറഞ്ഞാൽ ഈവിൾ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടാണ്. ആ ഈവിളിന്റെ മുഖം നമ്മൾ കാണുന്നേ ഇല്ല, ക്യാമറയാണ് ഈവിള്.
ആ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു വീടിന് ലക്ഷ്യമാക്കി ഇടയ്ക്ക് നീങ്ങും, പിന്നെ പയ്യെ പുറകിലോട്ട് വരും. ഭയങ്കര ഈ ക്രിയേറ്റിംഗ് സസ്പെൻസിന് വേണ്ടിയാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് ക്യാമറ ചെയ്യുന്നത്. ഇപ്പൊ ക്യാമറ സ്റ്റാറ്റിക് ആയിട്ടുള്ളതല്ല, ക്യാമറ ക്യാൻ മൂവ്. അത് ഹൈ ആംഗിൾ, ലോ ആംഗിൾ അതൊക്കെ ഉണ്ട്. പക്ഷെ ക്യാമറ ഇറ്റ് സെൽഫ് ക്യാൻ മൂവ്, ടേൺ ഓൺ ഇറ്റ്സ് ആക്സിസ്, പാൻ ഷോട്ട്, ദെൻ ടിൽറ്റ് അപ്പ്, ടിൽറ്റ് ഡൗൺ, ആൻഡ് ഓൾസോ സൂം ഇൻ, സൂം ബാക്ക്. ഇത് ഓരോന്നിനും ഒരു മീനിങ് ആണ്. പാൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയുടെ മുഴുവൻ ഒരു ഇത് കാണിക്കണമെങ്കിൽ ദേ യൂസ് ദിസ് പാൻ ഷോട്ട്. ഓക്കെ, ഫൈൻ. എനിത്തിങ് യു വോണ്ട് ടു ആസ്ക്? ഇത്രയും കൊണ്ട് ക്യാമറ മൂവ്മെന്റ്സ് വി ഹാവ് ലേൺഡ്. ക്യാമറ മൂവ്മെന്റ്സ്. ഇനി നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് എപ്പോഴും ആകാം. വി ഡോണ്ട് ഹാവ് ടൈം എന്ന് തോന്നുന്നു അല്ലേ? അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. എഡിറ്റിങ്ങിലോട്ട് പോവുകയാണ്. എഡിറ്റിങ്ങിൽ ക്രോണോളജിക്കൽ എഡിറ്റിംഗ് ഉണ്ട്, കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഉണ്ട്. ഇത് ഏതാണ്ട് ഒരേ കണക്ക് തന്നെയാണ്. ആ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീംലെസ് എഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരാൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്നെ ഫ്രെയിമിലോട്ട് കാണാം. നിങ്ങളുടെ ഫ്രെയിമിൽ ഞാൻ നിൽക്കുന്നില്ലേ, കാണുന്നില്ലേ നിങ്ങൾ എന്നെ? ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കുക, ഒരു സിനിമയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചു. ഞാൻ പെട്ടെന്ന് ഛേ എന്ന് പറയുമ്പോൾ അടുത്ത ഷോട്ട് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവിടെ എന്തായിരിക്കും കണ്ടത്? അതാ അവിടെ എന്തായിരിക്കും അവിടെ എന്ന് പറഞ്ഞ ആ സാധനം കാണിക്കണം ഇല്ലേ? ഞാനിപ്പം അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം അടുത്ത ഷോട്ട് ഞാൻ അത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നാച്ചുറൽ ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷോട്ട് ഷുഡ് ബി ദാറ്റ് തിങ്. ഞാൻ ഭയപ്പെട്ട എന്താണോ അത് കാണിക്കണം. ഇങ്ങനെയാണ് ഒരു സിനിമ ഇങ്ങനെ പോകുന്നത്. നമ്മൾ അറിയാതെ തന്നെ പോകുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഇങ്ങനെയുള്ള ഞെട്ടൽ കണ്ടു കഴിഞ്ഞാൽ ആ സാധനം കാണിക്കണം. അപ്പോൾ ആ സാധനം എൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കണം. അപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ ആ സാധനം എങ്ങനെയാണ് അടുത്തോട്ട് വരുന്നതെന്ന് കാണിക്കണം. പിന്നെ ദൂരെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാണിക്കണം. മറ്റേ സിനിമയിൽ പറയുന്നുണ്ടെങ്കിൽ ക്യാമറയായിട്ട് വെള്ളത്തിൽ ചാടുന്നുണ്ടെങ്കിൽ ഇല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കാണിക്കുമ്പോഴാണ് ആ ഷോട്ട്സ് എല്ലാം മീനിങ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ സീംലെസ് ആയിട്ട് ഒരു ഇതും ഇല്ലാതെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് ഷോർട്സ് ആഡ് ചെയ്ത് ഇങ്ങനെ കൃത്യമായി എൻ്റെ ഷോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്സ് കാണുകയില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോർട്സ് കാണില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സീൻസ് കാണില്ല, ഒന്നും കാണില്ല. നിങ്ങൾ കാണുന്നത് ഇടതടവില്ലാതെ വരുന്ന ഒരു നല്ല കഥ. നിങ്ങൾ അവസാനം ഇരുന്ന് കരയും. നിങ്ങളിടയ്ക്ക് സീൻസ് കണ്ടോ? ഓർക്കുന്നില്ല. ഷോർട്സ് കണ്ടോ? ഇത് കണ്ടോ? ഒന്നും ഓർമ്മയില്ല. കാര്യം എന്താണ്? വളരെ ക്ലെവർ ആയിട്ടുള്ള എഡിറ്റിംഗ് വഴി അത് കാണിക്കാതെ നിങ്ങളെ കൊണ്ടുപോയതാണ്. മിടുക്കനായിട്ടുള്ള ഒരു എഡിറ്ററും ഒക്കെ ചേർന്നാണ് ഇങ്ങനെ ഒരു സീംലെസ് എഡിറ്റിംഗ്, കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഉണ്ടായത്. ഇനി ഈ കഥ പറച്ചിലിന് ചിലപ്പം ജേർക്സ് വരുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ പാരലൽ ആയിട്ടുള്ള ക്രോസ് കട്ടിങ് വരും. പാരലൽ എഡിറ്റിംഗ് എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ മറ്റേ സിനിമയിൽ അഴകിയ രാവണനിലുള്ളത്. അവിടെ പാലുകാച്ച്, ഇവിടെ എന്താണ് ആ സിനിമയിൽ ശ്രീനിവാസൻ വന്ന് കഥ പറയുമല്ലോ, ഈ പിന്നെ അവിടെ പാല് വെച്ച് ഇവിടെ ആത്മഹത്യ, ഇവിടെ പാല് വിഷം കലക്കുന്നു, അവിടെ പാല് വെച്ച് ഇവിടെ. ഈ സാധനമാണ് ക്രോസ് കട്ടിങ്. അപ്പൊ സിനിമയാക്കണേ എന്താണ്? അവിടെ പാല് വെച്ച് നടക്കുന്നു, ഇവിടെ ഇത് കിടക്കുന്നു, മറ്റവിടെ ഇത് നടക്കുന്നു. ആദ്യത്തെ ഷോട്ട് അവിടെ, രണ്ടാമത്തെ ഷോട്ട് ഇവിടെ, അവിടുത്തെ ഷോട്ട് ഇവിടെ. നമ്മളിങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കും. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസുകാർ ഒരു കെട്ടിടത്തിൽ ബോംബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷോട്ട് പോലീസുകാർ സ്റ്റെപ്പ് ഓടിക്കയറുന്നു, അടുത്ത ഷോട്ട് ആ ബോംബ് ഇങ്ങനെ 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. വീണ്ടും അടുത്ത പോലീസുകാർ ഓടുന്നു, വീണ്ടും ഇത് പാരലൽ എഡിറ്റിംഗ് ആണ്. ഒരു 2 ലൊക്കേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ കട്ട് ചെയ്ത് കാണിക്കുന്നതിനാണ് what we call parallel editing or cross cutting. You got it? Fine. I know you got it. ഇനി അവസാനത്തെ ഒറ്റ കാര്യം മൊണ്ടാഷ്. മൊണ്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. മൊണ്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീൻ കാണിക്കും, ഒരു ഷോട്ട് കാണിക്കും. ഒരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കുന്ന ഷോട്ട്, അതാണ്. നിങ്ങളത് എൻ്റെ മുഖം നന്നായിട്ട് കണ്ടു, എൻ്റെ എക്സ്പ്രഷൻ നന്നായിട്ട് കണ്ടു. നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് റീഡ് ചെയ്യുന്ന മീനിങ്? മനസ്സാറ് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ കാണുന്നത് ഒരു ബിരിയാണി എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സാറിന് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. 2 മീനിങ്ങാണ്. സാറിന് വിശന്ന് തുടങ്ങി, അതൊരു മീനിങ്. സാറിന് ബിരിയാണി ഇഷ്ടമാണ്, രണ്ടാമത്തെ മീനിങ്. ഓക്കെ, ഇനി ആ ബിരിയാണി മാറ്റിയിട്ട് കുറേ പുസ്തകങ്ങളാണ് വെക്കുന്നത്.
ആദ്യം എൻ്റെ ഷോട്ട് കാണിക്കുന്നു, ഈ പുസ്തകങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് ആ പുസ്തകങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയും, സാറ് ഭയങ്കര വായനക്കാരനാണ്, സാറ് എപ്പോഴും ഈ ഉച്ചയ്ക്ക് സാർ ഇത് വായിക്കാൻ വേണ്ടി എന്ത് സാറാ വായിക്കാനുള്ള ആഗ്രഹം കണ്ടില്ലേ, സാറിൻ്റെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. ഇനി ഇത് മാറ്റി വേറെ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ഇരിക്കുന്നു. അപ്പം ഞാൻ എന്നെ കാണിക്കുന്നു, അടുത്തത് ആ സുന്ദരിയായ പെണ്ണിനെ കാണിക്കുന്നു. സാറ് ഇതിനൊക്കെ സുന്ദരികളെ കണ്ടു കഴിഞ്ഞാൽ സാറ് ശ്രദ്ധിക്കും, സാറ് എന്ന് പറയുന്ന വേറെ മൂന്നാമത്തെ അർത്ഥം എടുക്കും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയൂ, എൻ്റെ ഈ ഷോട്ട് സെയിം ഷോട്ടാണ് നിങ്ങൾ കണ്ടത്, മൂന്നിലും എക്സ്പ്രഷൻസ് മാറിയിട്ടില്ല. കാര്യം റിപ്പീറ്റഡ്ലി യൂസിങ് ദ സെയിം തിങ്. പക്ഷേ അതിനുശേഷം ഞാൻ എന്ത് കാണിച്ചു അതനുസരിച്ചിരിക്കും നിങ്ങൾ ആദ്യത്തെ ഷോട്ടിൻ്റെ നിങ്ങളുടെ ഇൻ്റർപ്രിറ്റേഷൻ. ഗോട്ട് ദി പോയിന്റ്? എന്നാൽ ഞാൻ ആ ബിരിയാണിയുടെ ഷോട്ട് മാത്രം കാണിച്ചു, നിങ്ങൾ എന്ത് പറയും? ഒരു ബിരിയാണി ഇരിക്കുന്നു, ചിക്കനൊക്കെ ഉണ്ട്, മട്ടനാണ് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ബിരിയാണി, ഈ രണ്ട് വ്യത്യസ്തമായ ഷോട്ട് വഴി ഈ രണ്ട് ഷോട്ടിലും ഇല്ലാത്ത മൂന്നാമത്തെ അർത്ഥം നിങ്ങൾ ഗസ് ചെയ്തെടുത്തു. സാറിന് വിശക്കുന്നു, സാറിന് ബിരിയാണി ഇഷ്ടമാണ്. എൻ്റെ ഒറ്റ ഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ സാറിന് വിശക്കുന്നു, സാറിന് ബിരിയാണി ഇഷ്ടമാണെന്നുള്ളൊരു മീനിങ് വരുമോ? ഇല്ല. ബിരിയാണി മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാറുണ്ടെന്നുള്ളൊരു മീനിങ് വരുമോ? ഇല്ല. പക്ഷേ ടുഗദർ ദേ ക്രിയേറ്റ് എ തേർഡ് സ്പേസ്, എ തേർഡ് മീനിങ്. ദാറ്റ് ഈസ് മൊണ്ടാഷ്. അപ്പോൾ juxtaposition of images creates a new meaning which is not inherent in those individual shots. ഇതിൽ രണ്ടിലും ഇല്ലാത്ത മീനിങ് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏത് സിനിമയും ഞാൻ നോക്കുന്നില്ല, താണ്ഡവമാണോ ഏതൊന്നും എനിക്കറിയില്ല, അതിൽ മോഹൻലാല് ഈ പുഴയിൽ നിന്ന് കയറി വരുന്നത് ഏത് സിനിമയാണ്? നരസിംഹം. ഓക്കെ, മോഹൻലാല് അതിൽ നിന്ന് പുഴയിൽ നിന്ന് കയറി വരുന്നു. നമ്മൾ ആ ഷോട്ട് കാണുമ്പോൾ വിചാരിക്കും, മോഹൻലാല് പുഴയിൽ കുളിക്കാൻ അങ്ങോട്ട് പോയാണെന്ന് തോന്നുന്നു, കയറി വരുന്നു. പക്ഷേ തൊട്ടടുത്ത ഷോട്ടിൽ സിംഹം ഓടുന്ന ഷോട്ട്, സിംഹത്തിന്റെ ഷോട്ട് മാത്രം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഒരു കാട്ടിൽ കൂടെ ഏതൊരു സിംഹം ഓടുന്നു എന്ന് പറയും. മോഹൻലാൽ സിംഹം, സിംഹം മോഹൻലാൽ, മോഹൻലാൽ സിംഹം, സിംഹം മോഹൻലാൽ. ഒന്ന് ആലോചിച്ചത്, മോഹൻലാലിനുള്ള ഒറ്റ ഷോട്ടിലില്ലാത്ത, സിംഹം എന്നുള്ള ഒറ്റ ഷോട്ടിലില്ലാത്ത തേർഡ് മീനിങ് വി ജനറേറ്റ്. എന്താണ്? സിംഹത്തെ പോലെ ശൗര്യമുള്ള നമ്മുടെ എന്താണ് ലാലേട്ടൻ, which is not meant by either of these two shots. Together, by the juxtaposition of these two shots, we generate a third meaning. This is montage. So Kuleshko, അദ്ദേഹമാണ് വലിയ ഈ റഷ്യൻ ഫിലിം മേക്കറാണ്. He believed that each shot in a film is just like a building block or like a brick that derives its meaning only from what happened before and what happened after. ഒരു സിനിമയിലെ ഒരു ഷോട്ടിന്റെ മീനിങ് ഉണ്ടാവണമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഷോട്ടും അതിന് ശേഷമുള്ള ഷോട്ടും ഇതും കൂടെ ചേരുമ്പോൾ മാത്രമേ ഈ മീനിങ് കംപ്ലീറ്റ് ആവുന്നു. അതാണ് ജക്സ്റ്റപോസിഷൻ ഓഫ്, അതാണ് ഡയലക്റ്റിക്സ് ഓഫ് ഷോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തമ്മിലുള്ള ആശയവിനിമയത്തിലാണ് മൂന്നാമത്തെ മീനിങ് ഉണ്ടാകുന്നത്, പുതിയ മീനിങ് ഉണ്ടാകുന്നത്. Together they are synthesizing a new meaning. So anything you want. Battleship Potemkin ഇതുണ്ട്. ആ ഒരു ഫിനോമിനൽ മൂവിയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും കാണേണ്ട മൂവിയാണ്. അതിൽ ഈ മൊണ്ടാഷ് സീക്വൻസ് ഒരുപാടുണ്ട്. ഒരെണ്ണത്തിൽ ജനങ്ങൾ പ്രോലിറ്ററേറ്റ് അവർ ഒരു കുറേ ബോംബ് സ്ഫോടനം മറ്റോ കാണിക്കുന്നു. അപ്പം അത് കട്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ചില വീടുകളിലേക്ക് മുമ്പിൽ വെച്ചിട്ടില്ലേ ഈ സിംഹത്തിന്റെ പ്രതിമ, ആ സിംഹത്തിന്റെ പ്രതിമയെ കാണിക്കുന്നു ഇരിക്കുന്നത്. വീണ്ടും ബോംബ് സ്ഫോടനവും മറ്റോ കാണിക്കുന്നു. വീണ്ടും അടുത്ത് കാണിക്കുമ്പോൾ സിംഹം പകുതി എണീറ്റ് കഴിഞ്ഞു. ഈ പ്രതിമ സിംഹം പകുതി എണീറ്റ് കഴിഞ്ഞു. വീണ്ടും അവിടെ ബോംബ് സ്ഫോടനം കാണിക്കുന്നു. സിംഹം മൊത്തത്തിൽ എണീറ്റ് ഗർജിച്ചു തുടങ്ങി. സിമന്റ് സിംഹമാണ് അല്ലെങ്കിൽ ഇരുമ്പ് സിംഹമാണ്, ഗർജിച്ചു തുടങ്ങി. എന്താ മീനിങ്? മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഉണർന്നു കഴിഞ്ഞു, അവർ സിംഹത്തിനെ പോലെ ഗർജിച്ചു തുടങ്ങി എന്നൊരു തേർഡ് മീനിങ് ഇസ് generated through the juxtaposition of those individual clips. I think ഇവിടെയെങ്കിലും നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ സംശയം, ഈ മൊണ്ടാഷും എഡിറ്റിംഗ് എന്ന് പറയുന്നത് can we use these two terms synonymously? കാരണം ഇപ്പൊ ഡിസ്കണ്ടിന്യൂഡ് എഡിറ്റിംഗും മറ്റുമൊക്കെ അങ്ങനെയുള്ള ടേംസ് ഒക്കെ വരുന്നുണ്ട്. അതും
ഈ മൊണ്ടാഷിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആദ്യം സെയിം അല്ല, ഈ ഡിസ്കണ്ടിന്യൂഡ് ഇത് തന്നെ ഈ എനിത്തിങ് അതർ ദാൻ ദ നോർമൽ ഈ സീംലെസ് ആയിട്ടുള്ള ഇൻവിസിബിൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒന്നുകിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം സാർ. ഒന്നുകിൽ ഈ ഫിലിം മേക്കേഴ്സ്, റഷ്യൻ ഫിലിം മേക്കേഴ്സിന് ആ കാലത്ത് 1920s മറ്റുമൊക്കെ ഒരുപാട് ഈ ഫിലിം സ്റ്റോക്ക് അവർക്കില്ലായിരുന്നു. ഫിലിം സ്റ്റോക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് അവർ പഴയ ഫിലിം സ്റ്റോക്കിൽ നിന്ന് പണ്ടെടുത്ത സിനിമകളിൽ നിന്ന് ഓരോ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടാണ്, നിവൃത്തിയില്ലായ്മകൾ കൊണ്ട് പല പരീക്ഷണങ്ങളും സിനിമയിൽ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജംപ് കട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജംപ് കട്ട്സ് വന്നത് പോലും എന്താണെന്ന് അറിയാം സാർ, ഫിലിം സ്റ്റോക്ക് ഇല്ല. ഈ ഇറ്റലിയിൽ ന്യൂ റിലീസ് നടന്നപ്പോൾ ഫിലിം സ്റ്റോക്ക് കിട്ടാതായി. അപ്പൊ ഒരാള് പയ്യ നടക്കുന്നു, അല്ല ഒരാള് വേറൊരാളെ കൊല്ലാൻ വേണ്ടി ഓടി വരുന്നു. അപ്പം നമ്മുടെ സീംലെസ് എഡിറ്റിംഗിലാണെങ്കിൽ അയാൾ ഓടി വരുന്നതിന്റെ പല ഷോട്ട്സ് ഒക്കെ കാണിച്ച് അയാൾ അടുത്ത് വരുന്നു, അയാൾ കത്തി പൊക്കുന്നു, അയാൾ കുത്തുന്നു, ഇതെല്ലാം കാണിക്കും. ഇതൊക്കെ ഒരുപാട് ഷോട്ട്സ് വഴി പറയുന്നതാണ്. പക്ഷെ ഫിലിം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ തിരിഞ്ഞു നോക്കുന്നു, ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുന്നു, കത്തി ഇങ്ങനെ എടുക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ, അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് മറ്റേയാൾ മരിച്ച് തറയിൽ കിടക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു കാര്യം ഈ പുതിയ പരീക്ഷണമായിട്ടുണ്ടായതല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഫിലിം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് സ്റ്റൈലായിട്ട് മാറി, അതൊരു പുതിയ സ്കൂളായിട്ട് മാറി ജംപ് കട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇത്രയും ഇതിന്റെ ആവശ്യമില്ല. യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദി മീനിങ്. വൈ സീംലെസ് എഡിറ്റിംഗ്? ഡിസ്കണ്ടിന്യൂറ്റി തുടങ്ങുന്ന അവിടെ നിന്നാണ്, ജംപ് കട്ട്സ് വഴിയാണ്. സോ ദാറ്റ് ദി കണ്ടിന്യൂറ്റി ഈസ് ബ്രോക്കൺ. അതെ, അപ്പൊ ഈ ബാറ്റിൽ ഷിപ്പ് അതിനകത്തൊക്കെ വരുന്ന ഈ ഒരു സംഭവം തന്നെ അല്ലേ ഈ പറയുന്ന? ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത ഒരു സംഭവമാണ് സാർ. അത് എപ്പോഴും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ആംഗിൾ ഒന്നും നോക്കിയിട്ടല്ല. അതായത് ഇപ്പൊ 180 ഡിഗ്രിയും 30 ഡിഗ്രിയും ഞാൻ ഇതുവരെ പറഞ്ഞില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അത് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് ഞാനിപ്പം എന്റെ ഇടത്തോട്ട് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പം മാർച്ച് ചെയ്യണം അങ്ങോട്ട് നോക്കുകയാണ്, ആൾക്കാർ അപ്പോഴേ ദേ ഓറിയന്റ് ദംസെൽസ്. ഞാൻ എന്റെ വലത്തോട്ട്, അവരുടെ വലത്തോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ഷോട്ട്സ് വന്നു കഴിഞ്ഞാൽ എന്റെ മുഖം അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കണം ആ ഒരു ആക്ഷന് വേണ്ടി. പക്ഷേ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻഷ്യലിൽ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്. ചില സമയത്ത് അവർ അങ്ങോട്ട് മാർച്ച് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഒരുപാട് പരീക്ഷണം നടന്നിട്ടുള്ള സിനിമയാണ് ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻഷ്യൽ. അതിന്റെ കട്ട്സ്, ഒഡീസ സ്റ്റെപ്പ് സീക്വൻസ് ഉണ്ട്, അതിലെ കട്ട്സ് തന്നെ ഭയങ്കരമാണ് സാർ. എത്രയോ കട്ട്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ആ മീനിങ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഫീലിംഗ്, ഇമോഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ആ കാലത്ത് ആ സിനിമാ ലോകത്ത് അങ്ങനെ ഒരു കാര്യം കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരുപാട് പരീക്ഷണം നടത്തിയൊരു സിനിമയാണ് ഈ പൊട്ടൻഷ്യൽ. മ്യൂസിക് ഫിലിം സ്റ്റഡീസിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മ്യൂസിക് ഇല്ലാതിരുന്ന ഒരു കാലത്ത് അവര് യൂസ് ടു ബി എ പിറ്റ്, ഈ മ്യൂസിക് പിറ്റ് ഉണ്ടായിരുന്നു. ഈ സിനിമ കാണിക്കുമ്പോൾ മുമ്പിൽ വയലിനൊക്കെ വെച്ച് ഇങ്ങനെ അതിനെ അക്കമ്പനി ചെയ്യുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജാസ് സിംഗർ വന്നതോടുകൂടിയാണ് ശരിക്കും മ്യൂസിക് സിനിമയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് വന്നു തുടങ്ങിയത്. അത് ഭയങ്കരമായിട്ട് മൂഡ് ആക്സെന്റുവേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ മ്യൂസിക് പ്ലേസ് എ ബിഗ് റോൾ, വെരി ബിഗ് റോൾ. ആ മ്യൂസിക്കും സൈലൻസ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമുക്കറിയാം ഹൊറർ സിനിമയിലൊക്കെ നമ്മൾ ഈ പറയുന്ന നായിക തട്ടുംപുറത്ത് കയറി, നമുക്കറിയാം ഈ തട്ടുംപുറത്ത് കയറുമ്പോഴേ പണി വാങ്ങിക്കാൻ വേണ്ടിയാണ്, നമ്മളെയും കൂടെ പേടിപ്പിക്കാൻ വേണ്ടി. തട്ടുംപുറത്ത് കയറി നടക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു മൊമെന്റ് എത്തുമ്പോഴത്തേക്ക് മ്യൂസിക് അങ്ങ് നിൽക്കും. പിന്നെ നമ്മൾ ആ കൂടെ തിയേറ്ററിനകത്ത് കേൾക്കാവുന്ന മ്യൂസിക് നമ്മുടെ നെഞ്ചടിക്കുന്ന മ്യൂസിക്കാണ്. കാര്യം മ്യൂസിക് ഇന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആശാൻ വരാറായി അല്ലേ. സോങ്സ് ഇതെന്താ പറയോ, എക്സ്ട്രാ ഡൈജറ്റിക്കും ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട് സൗണ്ടില്. ഡൈജറ്റിക് മീൻസ് വാട്ട് ഇസ് സോ നാച്ചുറൽ, വാട്ട് കംസ് ഫ്രം ദ സ്ക്രീൻ. ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ ഞാനിപ്പം എന്താ പറയുന്ന ഒരു കമന്ററി അല്ലെങ്കിൽ സോങ്, മ്യൂസിക്, ഇതൊക്കെ എക്സ്ട്രാ ഡൈജറ്റിക് ആണ്. ഇതെങ്ങനെയാണ് നാച്ചുറൽ വേൾഡിൽ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന സംഭവമല്ല. സ്ക്രീനിൽ നിങ്ങൾ കാണാത്ത സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ഡൈജറ്റിക് ആണ്. അത് പുറത്തേ ഉള്ള ഇതാണ്. അതൊരു മൂഡ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ലാതെ, ഒരു ഇന്റൻസ് ഫീലിംഗ് ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഡൈജറ്റിക് ആയിട്ടുള്ള ഒരു എലിമെന്റ് അല്ല അത്. സോങ്സ് ആണെങ്കിൽ ഒട്ടുമല്ല. സോങ്സ് ഒക്കെ എനിക്ക് മ്യൂസിക്കൽസ് അല്ലേ, അതൊരു ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു അങ്ങനെ ഒരു ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ മൂവീസും മ്യൂസിക്കൽസ് ആണ് അല്ലേ. അതെ അതെ. ഇല്ല, അത് സർ ഇന്ത്യൻ മൂവീസിലെ മ്യൂസിക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ ഹിസ്റ്റോറിക്കലായ റീസൺസ് ഇല്ലേ നമുക്ക്? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ബേസ് വന്നിരിക്കുന്നത് പഴയ ഡ്രാമ. അതെ അത് തന്നെയാണ്. പക്ഷേ
ഇതുപോലെ അവർക്കും റിച്ച് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെയും ഡാൻസിന്റെയും ബാലയുടെയും ഒരു കൾച്ചർ, വെസ്റ്റേൺ കൾച്ചറും ഉണ്ട്. വെസ്റ്റേണിലും വെസ്റ്റിലും അതേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാലെ ആണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം, തിയേറ്റർ ആണെങ്കിലും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇനി വരുന്ന ഫിലിംസ് എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ട ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റി മെച്യൂരിറ്റി മാക്സിമം എത്തേണ്ടത് സിനിമയിലൂടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഇമ്പോർട്ടൻസ് തന്നെ പറ്റി. അല്ല, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പാർവതി പിന്നെ മമ്മൂട്ടിക്കെതിരെ പറഞ്ഞൊരു സംഭവം, അത് ശരിക്കും പറഞ്ഞാൽ ഫിലിം മേക്കറാണ് അതിൽ തെറ്റുകാരൻ. എത്രയൊക്കെ ആരെയൊക്കെ പാർവതിയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാലും അതിനൊരു എന്തിനൊക്കെ ഒരു തുടക്കമായി അതിന്. കാര്യം സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പിന്നെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ അതൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റി അത് ചെയ്യാൻ വേണ്ടി ഒന്ന് പേടിക്കുന്നു, ഭയക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് പോലും ഒരു നല്ല മാറ്റമാണ്. നത്തിങ് ക്യാൻ ബി എന്താണ് ടേക്കൻ ഫോർ ഗ്രാൻഡഡ്. ഇതെല്ലാം എനിക്ക് ആരെ പറ്റി എന്ത് തമാശയും പറയാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതങ്ങനെയല്ല. നമ്മള് ചിലത് എനിക്ക് തന്നെ, ഞാൻ ഐ യൂസ് ടു റൈറ്റ് ഹ്യൂമർ കോളം വർഷങ്ങളായിട്ട് എഴുതുന്ന ആളാണ് ഞാൻ. പണ്ടത്തെ തമാശ ഉണ്ടല്ലേ, ഇന്ന് ഞാൻ തമാശ എഴുതുമ്പോഴത്തേക്ക് ഞാൻ ഈ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഓരോ വാക്കും വരിയും പരിശോധിച്ചിട്ടാണ് ഞാൻ ആ ഹ്യൂമർ എഴുതുന്നത്. ഇറ്റ് ക്യാൻ ഹേർട്ട് എനിബഡി. സാർ, അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോമോസെക്ച്വാലിറ്റിയെ പറ്റി ഒരു ജെനറ്റിക്കൽ ഡിസോർഡർ ആണെന്ന് കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നെ പോലെ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അത് എനിക്ക് ഈ പറയുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമോ ഒന്നും പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. എനിക്ക് ഫിലിംസിലൂടെ മാത്രം മനസ്സിലായി. പിന്നീട് അതിൻ്റെ അകത്തു നിന്നുള്ള എഴുത്തുകളെ പറ്റിയൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഹോമോസെക്ച്വാലിറ്റി പറ്റി പല ജെൻഡേഴ്സിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായത്. അപ്പം അങ്ങനെയുള്ള ഇപ്പോഴും അതൊരു ടാബു ആയിട്ട് ഇപ്പോഴും സൊസൈറ്റി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഫിലിംസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ചാന്തുപുട്ട് തന്നെ, ചാന്തുപുട്ട് സിനിമ അന്നത്തെ കാലത്ത് ഒരു മൈൻഡ്ലെസ് കോമഡി ആയിട്ട് നമ്മൾ ചിരിച്ചു മറിഞ്ഞതാണ്. പക്ഷെ ഇന്ന് കാണാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അതൊരു പ്രയാസമുണ്ട്. കാര്യം എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു ശരിയായ കാഴ്ചപ്പാടായിട്ട് തോന്നുന്നില്ല. ഒരുപാട് കാരിക്കേച്ചർ ചെയ്യുന്നുണ്ട് അതിലേക്ക്. അങ്ങനെ സിനിമകളിൽ ആരെയൊക്കെ ഈ പറയുന്ന കണക്ക് കണ്ണ് കാണാൻ പറ്റാത്തവരാ ഇവരെയൊക്കെ പിന്നെ വളരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു സിനിമ പോലെയാണ് ആ കോമഡി മൊത്തം. യു ലാഫ് പ്രിസൈസ്ലി ബിക്കോസ് ഓഫ് ദാറ്റ്. ആ വയസ്സിലേക്ക് പിന്നെയും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ചാന്തുപുട്ട് സാർ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. സാർ, അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഈ സീരീസുകളുടെ പ്രാധാന്യം കൂടെ എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴും ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള നെറ്റ്ഫ്ലിക്സിന്റെ സീരീസുകളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. സിനിമ പോലെ തന്നെ സീരീസുകൾ. അതെ. എനിക്ക് ഈ പിന്നെ നമ്മുടെ സീരീസിനെ വിട്ട് നമ്മൾ സീരിയൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക വല്ലപ്പോഴും നടന്നു പോകുമ്പോഴായിരിക്കും കാണുന്നത്. കണ്ണടിച്ചു പോകുന്നു തോന്നുന്നു ഈ സാരിയൊക്കെ കണ്ടിട്ട്. മാത്രമല്ല എനിക്കിതിപ്പോ ഒരു ഭയങ്കര കോമഡി ആയിട്ടാണ് ഇത് ഓരോരുത്തർ എഴുതുമ്പോഴത്തേക്ക് വായിക്കുന്നത്. അതില് ടെലിവിഷനിലെ സീരീസും പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ സീരീസും OTT പ്ലാറ്റ്ഫോമുകളിലെ സീരീസുകളാണല്ലോ ഇപ്പൊ സിനിമകളെക്കാളും കുറച്ചും കൂടി ഇത്. ലൈക് മണി ഹേസ്റ്റ്, ഡാർക്ക് ഒക്കെ ഭയങ്കര സെൻസേഷണലി ഹിറ്റ് ആയിരുന്നു. പിന്നെ വലിയ ഗുണം എന്താണെന്നറിയോ, നമുക്ക് വലിയൊരു എക്സ്പോഷർ കിട്ടുകയാണ് ഫ്രം ഡിഫറെന്റ് ഫിലിം വേൾഡ്സ് അല്ലേ. ഒരുപാട് എടുത്ത ജർമ്മനി എന്നൊക്കെ ഉള്ള ഫിലിം മേക്കേഴ്സിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഇതിനോടൊക്കെ നമ്മള് ഇങ്ങനെയൊന്നും അല്ല, നമ്മുടെ എല്ലാം സ്റ്റാൻഡേർഡ് വരുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നാളെ നമ്മളൊരു ക്യാമറ എടുത്ത് വെളിയിലിറക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നത് ഡാർക്ക് മറ്റൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. ആ ഷോട്ട് ഭയങ്കര ഷോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്ക് വരുന്നില്ല. സീരീസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് എപ്പിസോഡുകളും പല സീസണുകളും ഒക്കെ ആയിട്ടാണ് അത് ഇറങ്ങുന്നത്. അപ്പം ഈ ഷോർട്സിന്റെ സീൻസിന്റെ ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് അത് ഈ സീരീസിനകത്തൂടെ കാണുന്നു. വ്യക്തമല്ല, എനിക്ക് എവിടെയോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലേ? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പാർവതിക്ക് ഒരു റേഞ്ചിന്റെ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഷി കാൻ ജോയിൻ. ഷി ക്യാൻ ഹിയർ അസ് ബട്ട് ഷി കാൻ ടോക്ക്.
she has just asked me if time exceed either Shankar sir and Anuradha undengil. I think they are so much enthusiastic about the topic. We must not tax him. ഇന്നത്തെ നമ്മുടെ എസ്റ്റീംഡ് ഗസ്റ്റിന് ചിലപ്പോ ഊണ് കഴിക്കാൻ പറ്റിയില്ല. ശങ്കർ സാർ അതൊന്നും നമുക്ക് പിന്നീട് ഒരിക്കലും വെക്കാം. നമുക്ക് ഒരു സെഷനോടെ ഒരുപാട് പഠിപ്പിക്കാറില്ലാതെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വരാം. അതെ 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 നമുക്ക് സുശി നമുക്ക് ഒരു സെഷനോടെ പിന്നീട് ഒരിക്കൽ മനസ്സാറിന്റെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് ഒരു സെഷൻ. Now let's wind up today. Okay. ഇഷ്ടപ്പെട്ടു. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ചർച്ചകളും മറ്റൊക്കെ കടന്നു. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. Okay, we are also blessed by your talk. Indeed, എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇത് കിട്ടി, enlightened പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So I request നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സിന് നമുക്ക് അലീന, are you there? Yes sir. Okay, she is the association, English Association representative, student secretary. So I invite her to deliver the vote of thanks. Okay. Sir. Respected dignitaries, teachers, and my dear friends, a warm good afternoon to one and all. The duty entrusted upon me today is to deliver the vote of thanks. It is a privilege for me to thank the chief guest of our occasion, Dr. Manu Ramakant, Head Department of English, SN College, Chemperanthi, whose lecture has indeed given us the perfect introduction to the world of film studies. Thank you, sir. I would like to thank our principal, Dr. K.S. Anilkumar, for gracing this occasion and offering his unceasing support. Thank you, sir. Moving on, I would like to thank our HOD, Professor K.R. Shankar Narayanan, without whose vision and encouragement this event couldn't have been possible. Thank you so much, sir. I would like to thank our Parvati ma'am for all the work that she is doing to make this event happen. Thank you, ma'am. A special thanks to Dr. Sushil Kumarar, Dr. Malini Murli, and Sandrima ma'am, who were in the organizing committee for wonderfully utilizing this event. Thank you all. Moving on, I would like to thank all my dear teachers, without whose support all this could not have been possible. Last but not the least, I take this opportunity to thank each and every of you for your patient participation in the event. Indeed, it's your presence that has made this event worthy of its purpose. Once again, thank you all and have a good day ahead. Thank you. Thank you.